നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. കോടതി നിർദ്ദേശിച്ചതിന് ശേഷം മാത്രം മേയർക്കും MLA-ക്കുമെതിരെ കേസെടുത്ത പോലീസ് ഇപ്പോൾ KSRTC ഡ്രൈവർ യദുവിനെതിരായ തെളിവ് ശേഖരിക്കലിലാണ്. ദീർഘദൂര യാത്രയിൽ 1 മണിക്കൂറോളം ഫോണിലായിരുന്നു യദുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതെല്ലാം വ്യക്തമായി തെളിഞ്ഞിരുന്ന മെമ്മറി കാർഡ് ആകട്ടെ കാണാമറയത്തും. മേയർ ഡ്രൈവർ തർക്കത്തിൽ പോലീസിന്റെ പുതിയ നീക്കങ്ങൾ പ്രതിരോധത്തിലായവരെ വെള്ളപൂശാനാണോ അതോ പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ യദുവിനെ കുരുക്കുമോ? യദു നൽകിയ ഹർജി നാളെ കോടതി പരിഗണിക്കാനിരിക്കുകയും ചെയ്യുന്നു. പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നു. തെളിവുകൾ കേസിന്റെ ഗതി മാറ്റും. ഈ ചർച്ചയുടെ ഭാഗമാകുന്നു അഡ്വക്കേറ്റ് ബൈജു നോയൽ. അദ്ദേഹം കൊടുത്ത കേസ് പ്രകാരമാണ് കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശിക്കുകയും തുടർന്ന് കന്റോൺമെന്റ് പോലീസ് മേയർക്കും MLA-ക്കുമെതിരെ കേസെടുക്കുകയും ചെയ്തത്. D. അജയ്കുമാർ TDF-ന്റെ പ്രതിനിധിയായി ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ശ്രീ ആയൂർ ബിജു LDF-ന്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീത്ത് പണിക്കരും രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീത്ത് പണിക്കരും ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ആദ്യം ശ്രീ ആയൂർ ബിജു, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി ഈ റോഡിൽ നടന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിന് 2 ഭാഗവും കേൾക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാണ്. എങ്ങനെയാണ് കേരളത്തിലെ പൊതുസമൂഹം ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നതൊക്കെ നമുക്കറിയാം. ചില കാര്യങ്ങൾ ആദ്യം പുറത്തു വരുന്നു. അതിനുശേഷം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോടതി ഇടപെട്ടതിനെ തുടർന്ന് കേസെടുക്കുന്നു. ഈ നേരത്തെ ഏതു പരാതി കൊടുത്ത പ്രകാരം കേസ് ഉണ്ടാകുന്നില്ല, കോടതി ഇടപെടൽ ഉണ്ടാകുന്നു, കേസെടുക്കുന്നു. ബൈജു നോയൽ കൊടുത്ത പരാതിയിന്മേലാണ് സംഭവിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നത്തെ പോലീസിന്റെ നീക്കം ഈ യദുവിനെതിരെ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായാണ് ഏതാണ്ട് 1 മണിക്കൂറോളം ഇദ്ദേഹം ഈ യാത്രയിലുടനീളം സംസാരിച്ചിരുന്നു എന്നുള്ളത്. ഇത്തരം തെളിവുകൾ ഈ കേസിൻ്റെ ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ എങ്ങനെ പ്രസക്തമാകുന്നു? പോലീസ് ഇങ്ങനെ ഇയാൾക്കെതിരെ ഇത്തരത്തിൽ നീങ്ങുന്നത് എന്തുകൊണ്ടാണ്? അല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ വിഷയത്തിൽ മാധ്യമങ്ങളും അല്ലെങ്കിൽ പൊതുസമൂഹവും ചർച്ച ചെയ്യുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? തിരുവനന്തപുരത്തുണ്ടായ ഒരു ചെറിയ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു MLA-യും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു മേയറും ഉൾപ്പെട്ടുപോയി എന്നതാണ് ഇവിടുത്തെ വിഷയം. അത് ഞാനും അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും ഒന്നും അതിനെ ചെറുതായിട്ട് കാണുന്നില്ല, അതേപോലെ തന്നെ വലുതായിട്ടും കാണുന്നില്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ 2 സ്ത്രീകളും 2 പുരുഷന്മാരും ആകട്ടെ, അവരാരോ ആകട്ടെ, സഞ്ചരിക്കുന്ന വാഹനത്തിന് മുന്നേ പോകുന്ന ഒരു സ്വകാര്യ വാഹനം പോകുമ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ, അതായത് ഒരു KSRTC ഡ്രൈവർ അംഗവിക്ഷേപം കൊണ്ട്, ചേഷ്ടകൾ കൊണ്ട് ചില കാര്യങ്ങൾ കാണിക്കുന്നു. അപ്പം അങ്ങനെ അത് കാണിക്കുമ്പോൾ തെറ്റാണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് ഈ പറയുന്ന വണ്ടിയെ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത് അവരുമായി സംസാരിക്കുന്നു. തെറ്റാണ് എന്ന് അവർക്ക് തോന്നിയെങ്കിൽ പ്രധാനപ്പെട്ട, നമ്മൾ ഒരുപാട് സംസാരിച്ചാണ് എങ്കിൽ താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, തെറ്റാണെന്ന് അവർക്ക് തോന്നിയെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനത്തെ അവർ ചെറിയ ആളുകളൊന്നും അല്ലല്ലോ ശ്രീ ആയൂർ ബിജു. കാരണം ഒരു ഫോൺ കോളിൽ മന്ത്രി ഫോൺ എടുക്കുന്ന ആളുകളാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചാൽ ആ ബസ് തടഞ്ഞിട്ട് അവിടെ പരിശോധന നടത്തുകയും ഇയാൾക്ക് നടപടി എടുക്കുകയും ചെയ്യുക. അയാളുടെ പണി അപ്പം പോവും. ചെയ്തത് അല്ല, അതിന് മറ്റൊരു കാര്യമുണ്ട്. ഈ വാഹനം ഓടിക്കുന്നത് മേയറല്ല, MLA അല്ല, ഒരു വ്യക്തിയാണ്. അല്ല, ഞാനും താങ്കളും സഞ്ചരിക്കുന്ന ഒരു വാഹനമാണെന്നിരിക്കട്ടെ. അപ്പോൾ എന്റെ ഡ്രൈവറാണ്, ആ ഡ്രൈവർ പോകുന്ന അല്ലെങ്കിൽ ഡ്രൈവർക്ക് ഈ ഇദ്ദേഹം കാണിക്കുന്ന ആ ചേഷ്ടകൾ കണ്ട് ഇഷ്ടപ്പെടാതെ വണ്ണം ആ ഡ്രൈവർ ഈ വാഹനത്തെ ഓവർടേക്ക് ചെയ്തു. അപ്പൊ ഈ ഓവർടേക്ക് ചെയ്ത് നിർത്തുന്നൊന്നും ഇവർ അറിഞ്ഞില്ലെന്നുള്ളതാണോ? തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കാം. പക്ഷേ അവരുടെ നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത ഒരു രീതിയിലാണ് ഈ ഡ്രൈവർ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പുതിയ വാദമാണ്. അല്ല, പുതിയ വാദമല്ല. ഞാനും രഞ്ജിത്തും കൂടി പോകുന്ന ഒരു യാത്ര, ആ യാത്രയിൽ എന്റെ ഭാര്യയുണ്ട്, താങ്കളുടെ ഭാര്യയുണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ പോകുന്നു. ഒരു ഡ്രൈവർ, അത് ചിലപ്പോൾ എന്റെ സഹോദരനായിരിക്കാം, എന്റെ മകനായിരിക്കാം, മറ്റൊരു വ്യക്തിയായിരിക്കാം. ഈ പോകുന്ന വഴിക്ക് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഡ്രൈവർ മോശമായിട്ട് അവരെ ഏതെങ്കിലും തരത്തിൽ അലോസരപ്പെടുത്തുന്ന, അല്ല, ഈ കാഴ്ച കണ്ട ഡ്രൈവർ അല്ല, ഈ പറഞ്ഞ മേയറും മേയറുടെ സഹോദരിയാണെന്നാണ് ആദ്യം മുതലുള്ള വാദം. ഞാൻ അതിലേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ ഈ ഡ്രൈവർ ഈ വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് എവിടെയെങ്കിലും വെച്ച് പിടിച്ചു എങ്കിൽ എന്താണ് തെറ്റ്? അതാണ് ഡ്രൈവറുടെ മാത്രം തെറ്റാണ്.
അപ്പൊ ഈ മേയറും MLA നിരപരാധികളാണ്. ഞാൻ ചോദിക്കട്ടെ, ശരി, മേയർ ഈ മേയർ പുതിയ ക്യാപ്സ്യൂൾ പുതിയ ക്യാപ്സ്യൂളാണ്. അതെന്താണ് ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ ചർച്ച കുറച്ച് ദിവസമായിട്ട് ഈ ചർച്ചകൾ നമ്മൾ നയിക്കുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് താങ്കൾ അങ്ങനെ അത് നാളെ ഒരു പക്ഷേ ഇത്തരത്തിൽ മറ്റുള്ള പ്രചരണം ഉണ്ടായിരിക്കും. ഞാൻ ഒരു വട്ടം കൂടി പറയാം, അത് കൃത്യമാണോ എന്ന് താങ്കൾ ആലോചിക്കുക. ഞാനും അല്ലെങ്കിൽ മേയറും MLA-യും അടങ്ങുന്ന ഒരു സംഘം യാത്ര ചെയ്യുന്നു. ഒരാൾ വാഹനം ഓടിക്കുന്നു. ആ വാഹനം ഓടിക്കുമ്പോൾ അതിനു മുന്നേ പോയ ഒരു KSRTC ഡ്രൈവർ ഇവർക്ക് അനുകൂലമല്ലാത്ത ചില അംഗവിക്ഷേപങ്ങൾ കാണിക്കുന്നു. ആ ഡ്രൈവർ എന്ത് ചെയ്യുന്നു? ഈ വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നു, അവിടെ കൊണ്ടിടുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നു. എന്താണ് തെറ്റ്? എങ്ങനെയാണ് മേയറും MLA-യും കക്ഷിയാകുന്നത്? പുറത്തിറങ്ങി വാഹനം തടഞ്ഞ ശേഷം പുറത്തിറങ്ങി സംസാരിച്ചത് ആരാ? ഡ്രൈവർ മാത്രമാണ്. സ്വാഭാവികമായിട്ട് ഇറങ്ങുമല്ലോ. അല്ല, അവിടെ ആര് നിയമം ലംഘിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? ഇല്ല, കേസ് എന്താണെന്നറിയാമോ താങ്കൾക്ക്? ഇന്നലെ കണ്ടോൺമെന്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്ത കേസ് എന്താണെന്നറിയാമോ? താങ്കൾക്ക് അറിയാമോ? അത് കാരണം കോടതി നിർദ്ദേശിച്ച ശേഷമാണ് ആ കേസ് എടുത്തത്. അത് നിയമവിരുദ്ധമായി സംഘം ചേരൽ, പൊതുഗതാഗതത്തിന് തടസ്സമുണ്ടാക്കൽ, അതൊക്കെ എവിഡന്റ് അല്ലേ ശ്രീ ആയൂർ ബിജു? അത് തെറ്റല്ലെന്നാണ് താങ്കളെ പോലെ വളരെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തനം പറയുന്നത്. അത് വളരെ ബാലിശമായ വാദമാണ്. വളരെ ബാലിശമായ വാദമാണ്. വളരെ ബാലിശമായ വാദമാണ്. വളരെ ബാലിശമായ വാദമാണ്. ഞങ്ങൾ പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞങ്ങളുമായി ബന്ധപ്പെട്ട സംവിധാനവും പറയുന്നു, ഒരു ഡ്രൈവർ ചെയ്ത തെറ്റിന് ഞങ്ങളുടെ മേയറോ ഞങ്ങളുടെ MLA-യോ കക്ഷിയല്ല. ആ വാഹനം നിർത്തിയതിനു ശേഷം ഇവർ ഇറങ്ങിയിട്ടുണ്ടാകാം, താങ്കൾ കാണിച്ച തെറ്റാണ് എന്നവർ പറഞ്ഞിട്ടുണ്ടാകാം. തന്നെ പോലൊരാള് ഇത്തരത്തിൽ ചെയ്താൽ അത് എന്നോട് എന്ന് പറഞ്ഞാൽ ഒരു MLA-യോട് അല്ലെങ്കിൽ ഒരു മേയറോട് ഇത് കാണിച്ചെങ്കിൽ താങ്കൾ എന്താണ് ഈ സംസ്ഥാനത്ത് കാണിക്കുന്നത് എന്ന് ചോദിച്ചത് തെറ്റൊന്നുമില്ലെന്നേ. നിങ്ങൾ അതിലേക്ക് വരണം. മാധ്യമങ്ങൾ അത്തരത്തിൽ ഈ വിഷയം കാണണം. അപ്പൊ ഇനിയിപ്പോ ഞാൻ ചോദിക്കാം, ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ വണ്ടികൾ തടഞ്ഞിടുക അല്ലെ? അതാണ് മറുപടി. അപ്പൊ നമുക്ക് പോലീസും നമുക്ക് മറ്റ് നിയമ സംവിധാനങ്ങളും ഒന്നും വേണ്ട, നിയമം കയ്യിലെടുക്കാം. ഇങ്ങനെ വണ്ടി തടഞ്ഞിടട്ടെ, എന്നിട്ട് നടു റോഡിൽ കിടക്കട്ടെ, സീബ്ര ലൈനിൽ കൊണ്ട് വണ്ടി വെക്കട്ടെ, ആ KSRTC ബസ്സിലെ യാത്രക്കാരെ ഇറക്കി വിടട്ടെ. അങ്ങനെ വേണം. കയ്യൂക്കുള്ള ആളുകൾക്ക് താങ്കൾ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇതിനപ്പുറം കാണിക്കാവുന്നേ. KSRTC ഡ്രൈവറെ വേണം താഴെ ഇറക്കി അടിക്കാവുന്നേ. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. എന്താണ് നോക്ക്, കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞത് താങ്കൾക്ക് ബോധ്യപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഒന്നും കൂടെ താങ്കൾക്ക് വേണ്ടി പറയാം. അതായത് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന രണ്ട് സ്ത്രീകൾ അടങ്ങുന്ന ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടരെ ഒരു KSRTC ഡ്രൈവർ മോശമായി ആംഗ്യം കാണിക്കുന്നു, അവരെ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യുമ്പോൾ ആരാണ് പോകുന്നത്? ആ വണ്ടി ഓടിച്ച ഡ്രൈവറാണ് പോകുന്നത്. ആ ഡ്രൈവർ വണ്ടി ഓടിച്ച് ഈ വാഹനത്തിന് മുന്നിൽ ചെല്ലുന്നു. ഒരു MLA-ക്ക്, ഒരു മേയർക്ക് ഈ കേരള സംസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഒരു ദുരഭിമാനം ഉണ്ടായാൽ, ഒരു ദുരവസ്ഥ ഉണ്ടായാൽ താഴെയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താകും? അതാണ് ചോദിക്കുന്നത്. അല്ല, അവർ ഇറങ്ങുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വിഷ്വൽസ് നിങ്ങൾ കാണിച്ചു നോക്കൂ, നിങ്ങൾ എന്ത് ആംഗ്യ വിക്ഷേപമാണ് കാണിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. താങ്കൾ എന്ത് ആംഗ്യമാണ് കാണിക്കുന്നത്? താങ്കൾ എന്താണ് ആ തരത്തിൽ ആംഗ്യം കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് 18 അതൊന്ന് നോക്കൂ, അന്നത്തെ ചർച്ച, അന്നത്തെ ആ വിഷ്വൽസ് ഒന്ന് പറയൂ. ആ സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ കേട്ടു അല്ലല്ലോ, ഒരുപാട് കാര്യം നമ്മളിപ്പോ ഒരുപാട് വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ഹാൻഡിലുകളുടെ ഭാഗത്ത് നമ്മൾ ഒരുപാട് കേട്ടു. ഇപ്പോൾ ഇതൊരു പുതിയ വാദം. അപ്പോൾ ഡ്രൈവർ മാത്രമാണ് കുറ്റക്കാരൻ, ഇറങ്ങി വണ്ടി തടഞ്ഞ് അവിടെ ഇട്ട ഡ്രൈവർ മാത്രമാണ് കുറ്റക്കാരൻ, ഈ ഇറങ്ങിയ മേയറും അപ്പോ ഈ പറഞ്ഞ പോലെ MLA-യും ഒന്നും ഈ വിഷയത്തിൽ പ്രതികൾ അല്ലെ കുറ്റക്കാരോ അവർക്ക് തെറ്റ് സംഭവിച്ചിട്ടില്ല. അവിടെയല്ലേ താങ്കൾ ഉറച്ചു നിൽക്കുന്നത്? അവര് കുറ്റക്കാരാകില്ല. കാരണം ആ വണ്ടി ഓടിച്ച ഡ്രൈവർ ഉണ്ട്, അദ്ദേഹമാണ് ഈ വണ്ടിയുടെ മുന്നിൽ, KSRTC വണ്ടിയുടെ മുന്നിൽ ഈ വാഹനം കൊണ്ട് കണ്ടോൺമെന്റ് പോലീസ് 5 പേർക്കെതിരെ കേസെടുത്തത്, ഇവർക്കുൾപ്പെടെ. അതൊക്കെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട കേസ് കാര്യങ്ങളാണ്. എങ്ങനെ 5 പേർക്കെതിരെ കേസെടുക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ പോകുന്ന വാഹനമാണെങ്കിൽ എന്റെ ഡ്രൈവർ ചെയ്ത ഒരു തെറ്റിന് ഞാൻ എങ്ങനെ പ്രതിയാകും? കോടതി പറഞ്ഞിട്ടുണ്ട്, കോടതിക്ക് മുന്നിൽ ചെന്നപ്പോൾ കോടതിക്ക് നീതി നടപ്പിലാക്കണം. അതുകൊണ്ട് കോടതി പറഞ്ഞു
ഇവർക്കെതിരെ കേസെടുക്കണം. ശരി ശരി ശ്രീജിത്ത്, അതാണിപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ 2 3 ദിവസമായി 3-4 ദിവസമായി ഈ വിഷയങ്ങളിലൊക്കെ ചർച്ച നടത്തുമ്പോൾ 2 ഭാഗവും കേൾക്കുന്നുണ്ട്, നിരവധിയായ കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ നേരത്തെയൊക്കെ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ AK സെന്ററിൽ നമ്മൾ ഗസ്റ്റിന് വിളിക്കുമ്പോൾ പോലും പറയുന്ന അവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാധ്യമങ്ങളെല്ലാം കൂടെ ഡ്രൈവറെ വെള്ളപൂശുകയാണ്. നിങ്ങളുടെ ചാനൽ മുറിയിൽ പോയി വന്നിരുന്ന് ഇയാളെ സംസാരിക്കാൻ അനുവദിക്കുകയാണ്. ഇത് ഏകപക്ഷീയമായാണ് ചർച്ചകൾ പോകുന്നത് എന്ന തരത്തിലാണ്. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ ഏകപക്ഷീയമായി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത പൊതുസമൂഹത്തിനിടയിൽ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര വലിയ പിന്തുണ അയാൾക്ക് ലഭിക്കുകയും ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡ്രൈവർ കുറ്റം ചെയ്തെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ്. അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ വാഹനം ഓടിച്ച, അതായത് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLA ഓടിച്ച വാഹനം ഓടിച്ച ഡ്രൈവറാണ് ഈ വിഷയത്തിൽ കുറ്റക്കാരെന്നാണ് ആയുർവേജി പറയുന്നത്. ഡ്രൈവറാണ് വണ്ടിയുടെ മുമ്പിൽ നിർത്തിയത്. ഇവർ 2 പേരും നിരപരാധികളാണ്, അവർ തെറ്റ് ചെയ്തിട്ടില്ല. അല്ല ശ്രീ രഞ്ജിത്ത്, ഈ വിഷയത്തിൽ കോടതി ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ആര്യ രാജേന്ദ്രനും മറ്റുള്ള 4 പേർക്കുമെതിരെ ഈ പോലീസ് കേസെടുക്കാനായിട്ട് നിർബന്ധിതമായി തീർന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ വകുപ്പുകളാണ് ഇവർക്കെതിരെ എടുത്തിരിക്കുന്നതെന്ന് നോക്കൂ. താരതമ്യേന ദുർബലമായ വകുപ്പുകളാണ് എന്ന് നമുക്കറിയാം. അതെ, ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് സംഘം ചേരൽ, നിയമവിരുദ്ധമായി സംഘം ചേരൽ, പൊതുഗതാഗത തടസ്സമുണ്ടാക്കി തുടങ്ങിയ ചെറിയ വകുപ്പുകൾ. അതെ. അപ്പൊ ഈ നിയമപരമായി സംഘം ചേരാൻ ശ്രീ ആയുബ് ബിജു പറയുന്നത് പോലെയാണ് എങ്കിൽ ഒരു ഡ്രൈവർക്ക് മാത്രമായിട്ട് എങ്ങനെ സാധിക്കും? ആ ഒരു കേസും അവിടെ എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു ഡ്രൈവർ മാത്രമാണെങ്കിൽ ഈ ഒറ്റയ്ക്ക് സംഘഗാനം പാടുക എന്ന് പറയുന്നത് പോലെ ഒരാൾക്ക് ഒറ്റയ്ക്ക് സംഘം ചേരാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പൊ അവിടെ നടന്നിരിക്കുന്ന ഒഫൻസുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇടതുവശത്തു കൂടി ഒരു വാഹനം കൊണ്ടുവന്ന് അന്യായമായിട്ട് ഒരു പൊതുഗതാഗത സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ബസ്സിന് മുന്നേ കുറുകെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് മാർഗതടസ്സം സൃഷ്ടിച്ചു. അതും പാർക്ക് ചെയ്തിരിക്കുന്നത് സീബ്ര ക്രോസിംഗിലാണ്. അതേപോലെ തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ തടസ്സമുണ്ടാക്കി. എന്നിട്ട് ആ ഡ്രൈവറുമായിട്ട് വാക്തർക്കത്തിൽ ഏർപ്പെട്ടു. പിന്നീട് ആ ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ആ ആൾക്കാരുടെ യാത്ര അവിടെ വെച്ച് മുറിഞ്ഞു. ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് ഈ വാഹനം അവിടെ കുറുകെ കൊണ്ടുവന്നിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാണ്. അപ്പൊ അതിലൊക്കെ ആരൊക്കെ ഉണ്ടോ, ആ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, ആ വാഹനം അവിടെ കൊണ്ടുവന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ ഈ ഒരു പ്രശ്നത്തിലുള്ളത്, അവരെല്ലാവരും തന്നെ സ്വാഭാവികമായിട്ടും പ്രതികളാകും. അങ്ങനെ ഒരു കേസ് ഉണ്ട് എങ്കിൽ ആ ആൾക്കാർക്ക് എല്ലാവർക്കും എതിരെയാണ്. അല്ലാതെ കേവലം ഈ വാഹനം ഓടിച്ചിരിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ഒരാൾക്ക് മാത്രം എടുക്കുകയാണ് എങ്കിൽ അയാളാണോ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ശ്രീ ആയുർ ബിജു, മേയറും ഒരു MLAയും യാത്ര ചെയ്യുന്നു, അവരുടെ ബന്ധുക്കളുമുണ്ട്. വാഹനം ഓടിക്കുന്നത് ആരും ആയിക്കോട്ടെ, നമുക്കത് തൽക്കാലം അവരുടെ ബന്ധുക്കൾ തന്നെ അല്ല, ഒരു ഡ്രൈവർ ആണെന്ന് തന്നെ കരുതിക്കോളൂ. ഈ ആള് സ്വന്തം നിലയ്ക്ക് ഈ വാഹനം അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുമോ? ഈ വണ്ടിയിലിരിക്കുന്ന ആരൊക്കെയാണ്? മേയറും MLAയും ഒക്കെയാണ്. അപ്പൊ ഇവര് പറയാതെ സ്വന്തം നിലയ്ക്ക് ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വാഹനം ഇഷ്ടമുള്ളതുപോലെ ഓടിക്കുകയും ഇഷ്ടമുള്ളത് പാർക്ക് ചെയ്യുകയും ഇഷ്ടമുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ട് ഈ ഡ്രൈവർ ആരാ? ജെയിംസ് ബോണ്ടോ? അപ്പൊ ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള വാദങ്ങൾ ദയവ് ചെയ്ത് താങ്കൾ ഒരു ചർച്ചയിൽ ഉന്നയിക്കരുത്. ഇവിടെ നിയമത്തിനെ കയ്യിലെടുത്തുകൊണ്ട് പൊതുഗതാഗത സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബസ്സിനെ തടഞ്ഞുകൊണ്ട് അതിലുണ്ടായിരുന്ന ആൾക്കാരെ രാത്രി 10 മണിക്ക് ശേഷം യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാതെ അവിടെ വെച്ച് ട്രിപ്പ് മുടക്കി അവരെ ഇറക്കി വിട്ടുകൊണ്ട് അവരുടെ സുരക്ഷിതത്വത്തിന് യാതൊരു വിധത്തിലുള്ള പരിഗണനയും നൽകാതെ ഈ രീതിയിലത്തേക്ക് എന്റെ കാര്യം കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങൾ എന്ന രീതിയിലത്തേക്കുള്ള കടുംപിടുത്തം പിടിക്കുകയാണ് ഇവിടെ ചെയ്തത്. അപ്പൊ ആ കടുംപിടുത്തം പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവരിതെല്ലാം ചെയ്തത്. അവരുടെ ഭാഗത്ത് കൺവിക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവരാദ്യം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിയമലംഘനം നടത്തിയിട്ടുണ്ട്, പക്ഷെ അതിന് എന്നെ അങ്ങനെ പ്രോഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നവർ പറഞ്ഞ് അത് ഓണപ്പ് ചെയ്യണമായിരുന്നു. അതുപോലും ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ആ 2ാമത്തെ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് എന്താണ്? ആ വാഹനം അങ്ങനെ കുറുകെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടില്ല. പച്ച നുണയല്ലേ, പച്ച കള്ളമല്ലേ ശ്രീ ആയുർ ബിജു ആ പറഞ്ഞത്? അത് പിന്നീട് വിഷ്വൽസ് വരുന്ന സമയത്ത് വാഹനം അവിടെ കിടക്കുന്ന സമയത്ത് തന്നെ ആര്യ രാജേന്ദ്രൻ ഈ ഡ്രൈവറുമായിട്ട് തർക്കത്തിലാണ്. അപ്പൊ അവിടെ വാഹനം കിടക്കുകയാണ് എന്നത് കൃത്യമായി ബോധ്യമുള്ള ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് വാഹനം മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തി ഇവർ ഇറങ്ങിയതിനു ശേഷം അത് കൊണ്ടുപോയി പാർക്ക് ചെയ്തു എന്നാണ്. നമ്മൾ ഈ വിഷ്വലിൽ അതല്ലല്ലോ കണ്ടത്. അതേപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മേയർ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിട്ടാണ് ഈ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞത്? അയാൾ സ്വബോധമില്ലാതെ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ എന്തൊക്കെയോ സംസാരിക്കുന്നു, അയാൾ ലഹരി ഉപയോഗിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ സച്ചിൻ ദേവ് MLA വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളെ സൈബർ ആക്രമണത്തിന് വിധേയരാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇവിടെ സൈബർ ആക്രമണമല്ല, നേരിട്ട് യാതൊരു വിധത്തിലുള്ള ബോധ്യവുമില്ലാത്ത ഒരു കാര്യം ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു എന്ന രീതിയിലത്തേക്ക് വന്ന് പറഞ്ഞത് മേയറാണ്. അങ്ങനെ മേയർ ഇത് പറയുകയും അതിനുശേഷം ഇയാൾ എന്തോ ഒരു വലിയ സീരിയൽ ഒഫൻഡർ ആണ്
എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള പഴയ ഓവർ സ്പീഡിംഗ് കേസുകൾ, വാഹനം മുട്ടിയതുമായി ബന്ധപ്പെട്ട കേസുകൾ, ഈ കേസുകളെല്ലാം കൊണ്ടുവരികയാണ്. അല്ല, ഒരു മണിക്കൂറോളം ഈ ദീർഘദൂര ട്രിപ്പിൽ ഒരു മണിക്കൂറോളം ശ്രീത്ത് ഇയാൾ ഫോണിൽ സംസാരിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അത് KSRTCക്ക് ആ റിപ്പോർട്ട് നൽകാനും പോവുകയാണ്. അയാളുടെ പണി പോവും. അല്ല രഞ്ജിത്ത്, ഇത് ഒരു കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അത് പൊതുഗതാഗത സംവിധാനമായിക്കോട്ടെ പ്രൈവറ്റ് വെഹിക്കിൾ ആയിക്കോട്ടെ, ഒരു ഡ്രൈവർ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത്, ഓടിക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് കടുത്ത നിയമലംഘനമാണ്. ആ ബസ്സിലുള്ള ആൾക്കാർക്ക് റിസ്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, മറ്റുള്ള വാഹനങ്ങളിൽ പൊതുനിരത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, ഈവൻ വശങ്ങളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ, എല്ലാവർക്കും റിസ്ക് ആണ്. അപ്പൊ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷ എന്താണോ ആ ശിക്ഷ മാതൃകാപരമായിട്ട് അദ്ദേഹത്തിന് നേടിക്കൊടുക്കണം. ഒപ്പം ഡിപ്പാർട്ട്മെന്റൽ ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള നടപടി എടുക്കണമെങ്കിൽ അത് എടുക്കുകയും വേണം. പക്ഷെ ഇവിടെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം മുതൽ തിരുവനന്തപുരം വരെയുള്ള സമയത്ത് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഈ 1 മണിക്കൂർ തുടർച്ചയായിട്ടല്ല. ഇവർ പറയുന്നതനുസരിച്ച് ഇത്രയും സമയത്തിനകം, അത്രയും സമയം ആ ബസ് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് കവർ ചെയ്യാൻ 1 മണിക്കൂർ അല്ലല്ലോ സമയം വേണ്ടത്. അപ്പൊ ഇത്രയും സമയത്തിനുള്ളിൽ 1 മണിക്കൂർ എടുത്തു എന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് പോലീസുകാർ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ആദ്യം 6 മുതൽ 6:05 വരെ 5 മിനിറ്റ്, അതിനുശേഷം 7:11 മുതൽ 7:19 വരെ 8 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നോക്കിയിരുന്നിട്ട് എഴുതി കൂട്ടുകയാണ്. ഞാൻ പറഞ്ഞത് പോലീസുകാർക്ക് ഈ ആത്മാർത്ഥതയുടെ 10% ആത്മാർത്ഥത മതിയായിരുന്നല്ലോ. ഈ ഡ്രൈവർ കൊടുത്തിരിക്കുന്ന ഒരു പരാതിയിൽ കോടതി പറയുന്നതിന് മുമ്പ് തന്നെ കേസെടുക്കുന്നതിന്, ഇപ്പൊ ആദ്യം ഒരു കൗണ്ടർ കേസ് ആണെന്നുള്ള ഒരു വാദം അവിടെ പറയാമെങ്കിലും അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഡ്രൈവർ പറഞ്ഞിരിക്കുന്ന പരാതിയിൽ പറഞ്ഞ കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നതിനെ തെളിയിക്കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള CCTV ദൃശ്യങ്ങൾ വന്നു. ആ ദൃശ്യങ്ങൾ വന്ന സമയത്തെങ്കിലും ഇങ്ങനെ കേസെടുക്കാമായിരുന്നു. അപ്പൊ നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളിന്റെ അല്ലെങ്കിൽ 2 പേരുടെ ഭാഗം നിൽക്കുകയാണ്. നമ്മൾ കണ്ടതല്ലേ രാജ്യസഭാ MP ആയിട്ടുള്ള ശ്രീ A റഹീം പത്രസമ്മേളനം നടത്തുന്നത്. എന്നിട്ട് പത്രസമ്മേളനം നടത്തിയതിനു ശേഷം CCTV ക്യാമറകൾ പോലും ഒപ്പിയെടുക്കാത്ത ദൃശ്യങ്ങൾ താൻ കണ്ടു എന്ന നിലയ്ക്ക് അദ്ദേഹം കൺഫേം ചെയ്തില്ലേ? സച്ചിൻ ദേവ് വാഹനത്തിൽ കയറിയെന്ന്. അപ്പൊ പറയുന്നു ഫുട്ബോളിലാണ് യാത്ര ചെയ്യുന്നത്. ഈ ഫുട്ബോൾ എവിടെയായിരിക്കുന്നത്? ഈ ഫുട്ബോൾ അടുത്ത വാഹനത്തിലല്ലോ. ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് KSRTC ബസിന്റെ ഭാഗം തന്നെയാണ്. എന്ന് വെച്ചാൽ വാഹനത്തിൽ കയറി എന്ന് തന്നെയാണ്. ഇവരാരും തന്നെ ഇത് കൺഫേം ചെയ്തില്ലല്ലോ. അല്ലെങ്കിൽ ഇവരെല്ലാം തന്നെ ഡിനൈ ചെയ്യുകയായിരുന്നല്ലേ. അപ്പൊ തുടക്കം മുതൽ അവസാനം വരെ തങ്ങളുടെ ഭാഗത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഈ ഡ്രൈവർ എന്തോ കൊള്ളരുതാത്തവനാണെന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി പച്ച നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച, അതിപ്പോ ഫോണിൽ സംസാരിക്കുന്നതാണെങ്കിലും ആരോടെങ്കിലും മോശമായിട്ട് പ്രവർത്തിച്ചാലും ഈ പറഞ്ഞതുപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണെങ്കിലും സ്ത്രീകളെ അശ്ലീലമായിട്ടുള്ള ചേഷ്ടകൾ കാണിച്ചതാണെങ്കിലും ഒക്കെ ഗുരുതരമായ പ്രശ്നമാണ്. അതിനൊക്കെ തന്നെ നിങ്ങൾ നിയമം അനുശാസിക്കുന്ന രീതിയിലത്തേക്ക് കേസുകൾ എടുക്കൂ. നേരെ മറിച്ച് മേയർ ഇവിടെ പറയുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എന്റെ പ്രിവിലേജ് ഉപയോഗിച്ചില്ല, മേയർ എന്ന നിലയ്ക്കല്ല, ഞാൻ ഇവിടെ ഒരു സാധാരണ സ്ത്രീ എന്ന നിലയ്ക്കാണ് ഞാനിത് ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, സാധാരണയായിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ, മേയർ എന്നോ മറ്റെന്തെങ്കിലുമുള്ള പരിവേഷമില്ലാത്ത, ഒരു പ്രിവിലേജും ഇല്ലാത്ത ഒരു സ്ത്രീ ഇല്ല വാഹനത്തിലെ ഇന്ന KSRTC ബസ്സിലെ ഡ്രൈവർ എന്നെ എന്തോ കാണിച്ചു എന്ന് പറഞ്ഞു വാഹനം കൊണ്ടുവന്നിട്ട് വട്ടം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെ അംഗീകരിക്കും. തീർച്ചയായും തിരിച്ചു വരാം ശ്രീത്ത്, തുടരുക. ശ്രീ D അജയകുമാർ, ഇവിടെ ഇന്ന് പോലീസിന്റെ റിപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചത്, മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡ്രൈവർ യദു 1 മണിക്കൂറോളം ഇത്തരത്തിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു ഈ ദീർഘദൂര യാത്ര എന്നുള്ളത്. തീർച്ചയായും അത് വലിയൊരു ഒഫൻസാണ്, തെറ്റാണ്. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ യദുവായിട്ട് സംസാരിച്ചില്ല. അതിനുശേഷം അദ്ദേഹം നേരിട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ചർച്ചയിൽ വരുന്നില്ല. കാരണം കേസ് കോടതിയിലായതുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ യദു പറഞ്ഞത് തൻ്റെ വീട്ടിൽ പ്രായമായ അമ്മയുണ്ട്, കൊച്ചുകുട്ടിയുണ്ട്. അപ്പോൾ അവരുടെ അസുഖവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് നിരന്തരം ഫോൺ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് ഫോണിലൊക്കെ അറ്റൻഡ് ചെയ്തു, അല്ല 1 മണിക്കൂറൊന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെയായാലും ഇത്രയും അധികം യാത്രക്കാരുടെ ജീവൻ കയ്യിലെടുത്ത് ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ അങ്ങനെ ചെയ്തെങ്കിൽ തെറ്റ് തന്നെയാണ്. അതിനെ ഒരിക്കലും ന്യായീകരിക്കില്ലല്ലോ സംഘടനാ നിലയിൽ. ഇത്രയും നാൾ കൊടുത്ത പിന്തുണ യദുവിന് ആ തരത്തിൽ കൊടുക്കാനും സാധിക്കില്ലല്ലോ അല്ലേ, സ്വാഭാവികമായും. ശ്രീ അജയകുമാർ. ശ്രീ രഞ്ജിത്ത്, കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് KSRTCയുടെ കഴിഞ്ഞ ഒരു 3-4 ദിവസം കൊണ്ട് KSRTCയുടെ ഒരു ഡ്രൈവറെ സംബന്ധിച്ചാണ് മാധ്യമങ്ങളൊക്കെ വളരെ വിശദമായി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്തുള്ള കാരണം,
നിങ്ങൾക്കറിയാം, പഴയ ഒരുപാട് മുന്നേ വർഷങ്ങൾക്ക് മുമ്പേ KSRTCക്ക് തീരുമാനിച്ചു കൊടുത്ത റണ്ണിംഗ് ടൈം അനുസരിച്ച് തൃശ്ശൂരിൽ നിന്ന് വളരെ സമയം വളരെ കുറവാണ്. ഇപ്പോഴത്തെ ഈ ട്രാഫിക് ബ്ലോക്കിനിടയ്ക്ക് ആ സമയമൊക്കെ പുനഃക്രമീകരിക്കേണ്ട സമയം അതിക്രമിച്ചു. എങ്കിലും രാവിലെ തലേദിവസം ഇവിടുന്ന് പോയി തൃശ്ശൂരിൽ നിന്നും വണ്ടി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് ഓട്ടിച്ച് വരുന്നതിനിടയിൽ ഇത്തരത്തിലൊരു സംഭവം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ പോലും നികുതിപ്പണം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബം, ഞങ്ങളുടെയും കൂടെ നികുതിപ്പണം കൊണ്ട് ജീവിക്കുന്ന തിരുവനന്തപുരത്തുള്ള ഒരു കുടുംബം KSRTC എന്ന് പറയുന്ന ഒരു പൊതുഗതാഗത സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ വണ്ടിയിലുള്ള ഡ്രൈവർ ആംഗ്യം കാണിച്ചെന്നോ അല്ലെങ്കിൽ ആ വണ്ടിക്ക് സൈഡ് കൊടുത്തില്ലെന്നോ വിവിധ കഥകൾ നിങ്ങൾക്കറിയാം, വിവിധ തരത്തിൽ ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഓരോ സഖാക്കന്മാരും ചർച്ചയ്ക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ യുക്തിക്കനുസരിച്ചോ കഥ വളച്ചൊടിക്കുന്നുണ്ട്. അയാള് ആ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് നിർത്തി. MLAയും പറഞ്ഞ മേയറും അതിനകത്ത് കയറി. ആ വണ്ടിയുടെ ഡോറ് വലിച്ചു തുറന്ന് അതിനകത്തുള്ള ഡ്രൈവറുമായിട്ട് വലിയ രീതിയിലുള്ള സംവാദം നടക്കുന്നു. അതിന് ഇടയ്ക്ക് MLA വണ്ടിയിൽ കയറി അതിനകത്തുള്ള യാത്രക്കാരെ റോഡിൽ രാത്രി 10-11 മണിക്ക് ഈ വണ്ടി ഇനി സർവീസ് പോകില്ല എന്ന് പറഞ്ഞ് അവരെ പുറത്തിറക്കുന്നു. അതിനുശേഷം അതിനകത്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത യാത്രക്കാരന്റെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നിങ്ങളും ഞാനും സ്വമേധയാ നിയമം നടപ്പിലാക്കാൻ ഇത്തരത്തിൽ ഇറങ്ങി തിരിക്കുന്നു എങ്കിൽ മരണശയ്യയിൽ കിടക്കുന്ന ആൾക്കാരെയും കൊണ്ട് ആംബുലൻസ് പോയി മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ അവിടെ നമ്മൾ പ്രതികരിക്കണ്ടേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. അപ്പൊ ഞങ്ങൾ യദുവിനെ വെള്ളപൂശാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. അയാൾ ഫോൺ ഉപയോഗിച്ചെങ്കിലോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിയമപരമായി നടപടിയെടുക്കണം. ഒരു വണ്ടി ആരുടെയെങ്കിലും കാരണവശാൽ പൊതുജനം ആരായാലും ശരി, XY ആരായാലും പൊതുഗതാഗത സംവിധാനം എന്നുള്ള KSRTCയുടെ സർവീസ് തടസ്സപ്പെടുത്തിയാൽ അവനെ പോലീസ് അറസ്റ്റ് ചെയ്യും. അവനെതിരെ സർവീസ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചത് ഈ പറയുന്ന നഷ്ടം ഉണ്ടായത് അവർക്കല്ലേ? അതാ ഞാൻ പറഞ്ഞു വരുന്നതിലേക്ക്. ഈ പറയുന്ന രഞ്ജിത്ത് നാളെ സ്റ്റുഡിയോയിലേക്ക് പോകും വഴി ആ വണ്ടിയുടെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഒന്ന് പിടിച്ചു നോക്ക്. ചാനൽ ഒരു പ്രവർത്തകനെന്നോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യും, അതിൽ നിന്നുള്ള നഷ്ടം ഈടാക്കും. അപ്പോ ഞങ്ങളുടെ കൂടെ നികുതിപ്പണം കൊണ്ട് ജീവിക്കുന്ന ഇവിടത്തെ നമ്മുടെ കോർപ്പറേഷൻ മേയർ അവരൊരിക്കലും ഈ പ്രവൃത്തി ഉണ്ടാകും. എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ആയു ബിർജു പറഞ്ഞു, നിങ്ങൾ ആ മേയറും അതിനകത്ത് ഉണ്ടായിരുന്ന MLAയും ആംഗ്യചേഷ്ട കണ്ടു എന്ന് പറയുന്നു. ആ ആംഗ്യചേഷ്ട കണ്ടതിന് ശേഷം അവിടെ കൊണ്ട് വണ്ടി നിർത്തുന്നത് വരെ ഈ പറയുന്ന MLAയും മേയർ ഉറക്കമായിരുന്നോ എന്ന് പറഞ്ഞ ഡ്രൈവർ കൊണ്ട് വണ്ടി നിർത്തുന്നു. അല്ല, ആ വണ്ടി ഞാൻ ചോദിക്കട്ടെ, ആ വണ്ടി കൊണ്ട് ആമേഴഞ്ചാം തോടിന്റെ സൈഡിലാണ് നിർത്തിയിരുന്നെങ്കിൽ ഒന്നും അറിയാതെ അവരതിലേക്ക് ചാടുമായിരുന്നോ സുഹൃത്തെ? അപ്പോ ഞങ്ങളുടെ വിഷയതേ ഉള്ളൂ. KSRTCയുടെ സർവീസ് മുടക്കി അർദ്ധരാത്രി ഈ പാവപ്പെട്ടവരെ അവിടെ ഇറക്കി വിടാനുള്ള ധാർഷ്ട്യം കാണിച്ച MLA ആയാലും ശരി, ആര്യ രാജേന്ദ്രനായാലും ശരി, അവർക്കെതിരെ നടപടി ഉണ്ടാകണം, അവർക്കെതിരെ കേസെടുക്കണം. എന്തേ ഇത്രയും സംഭവം? നേരത്തെ ബിജു ഈ പറഞ്ഞതുപോലെ തന്നെ അയാൾ ഫോണിൽ സംസാരിച്ചു എന്ന് പറയുന്നു. 10:30 മണിക്ക് സംഭവം നടന്ന അതു മുതൽ 3-4 മണിക്കൂർ ആ വണ്ടി അവിടെ പാളയത്ത് അനാഥമായി കിടന്നു. അത് കഴിഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോയി വേറെ ആൾക്കാരെ ഷണ്ടിങ് ഡ്രൈവർ ഉപയോഗിച്ച് വണ്ടി എടുത്തുകൊണ്ടുപോയി. നിയമപരമായി അതിനകത്ത് കേസെടുക്കണ്ടേ? അപ്പോൾ എനിക്കും KSRTC എന്ന് പറഞ്ഞ നിശ്ചിത സമയത്തിനുള്ളിൽ സുരക്ഷിതമായി അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിക്കാമെന്നുള്ള ഗ്യാരണ്ടിയോട് കൂടിയാണ് സർവീസ് നടത്തുന്നത്. ഇപ്പോ എറണാകുളത്തോ കാസർഗോഡോ കോഴിക്കോടോ നമ്മളൊരു സമയം ഫിക്സ് ചെയ്ത് പോയാൽ ഇത്തരത്തിലുള്ള ആൾക്കാരുള്ള ഈ സമൂഹത്തിൽ ആ പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എങ്ങനെ എത്തിച്ചേരും?
നിങ്ങൾ ആലോചിച്ചു നോക്കൂ, KSRTC-കാരന് 3-4 ഗഡുവായിട്ട് അവന് ശമ്പളം പോലും കിട്ടുമോ എന്നുള്ള ഒരു ആശങ്കയിൽ KSRTC വളരെ പ്രതികൂല സാഹചര്യത്തിൽ പോകുമ്പോൾ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വപ്പെട്ടവരുടെ ഭാഗത്തു നിന്നല്ലേ ഇത്തരമായ നടപടി ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിലും അല്ലെ ഇപ്പോൾ ആയൂർ ബിജുവും പറഞ്ഞ എന്താണ്, ഞങ്ങളത് നേരിട്ട് കൈകാര്യം ചെയ്യും. അങ്ങനെ ഇവിടുത്തെ സഖാക്കന്മാർ എല്ലാ കാര്യങ്ങളും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ അവർ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് അതൊക്കെ ഭയങ്കര വിചിത്രമായ വാദങ്ങളാണ് കഴിഞ്ഞ കുറെ ദിവസമായി ഉണ്ടാകുന്നത്. ഇപ്പോൾ റഹീം പോലും പറഞ്ഞത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ശ്രീ അജയകുമാർ. അതായത് ഈ പറഞ്ഞതുപോലെ MLA വണ്ടിക്കകത്ത് കയറുന്നത് ടിക്കറ്റ് എടുക്കാനാണ് എന്നാണ്. അതായത് പാളയത്ത് നിന്ന് കിഴക്കേക്കോട്ട വരെ പോകാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വണ്ടിക്കകത്ത് കയറുന്നതാണ് വാദം. അതൊക്കെ ഭയങ്കര രസകരമാണ്. അത് ചർച്ച ചെയ്യുന്നുമുണ്ട്. ശ്രീ ബൈജു നോയൽ, ഇവിടെ താങ്കൾ കൊടുത്ത പരാതിയുടെ പുറത്താണ് കോടതി ഇടപെട്ടു. താങ്കളിലേക്ക് വരാം. ഞാൻ പറയുന്നു രഞ്ജിത്ത്, MLA ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞല്ലോ രഞ്ജിത്ത്, MLA നേരത്തെ ആയൂർ ബിജു പറഞ്ഞു MLA ഒന്നും അറിയാതെ വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയവനാണ്. ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർ ഒന്നും അറിഞ്ഞില്ല, പെട്ടെന്ന് കൊണ്ട് വണ്ടി നിർത്തി, ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല. പക്ഷേ ഡ്രൈവർ ഡോറ് വലിച്ചു തുറന്ന് അവനെ തെറി വിളിക്കാനും അവന്റെ അടുത്ത് കശർത്ത് സംസാരിക്കാനും അതൊക്കെ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്താണെന്ന് ഓർമ്മ വേണം. പറയും ആ ക്യാമറ ഡിലീറ്റ് ചെയ്ത റെക്കോർഡ് ചെയ്തവനെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അതൊന്നും ശരിയായ ദുർബലമായ വകുപ്പുകളാണ്. നിയമവിരുദ്ധമായ സംഘം ചേരൽ, പൊതുഗതാഗത തടസ്സമുണ്ടാക്കൽ തുടങ്ങി ജാമ്യം കിട്ടുന്ന വകുപ്പ്. അപ്പൊ താങ്കൾ ഉദ്ദേശിച്ചൊരു ഫലം അതുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ളതാണ്. കാറിൽ ആംഗ്യ ചേഷ്ട കാണിച്ചതിന് ശേഷം വണ്ടി ക്രോസ് ചെയ്ത് നിർത്തുന്നവരെ MLA-യും KSRTC ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പാസ് ഉണ്ട് എന്നുള്ള കാര്യം എന്തൊക്കെ ഒളിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. സത്യസന്ധമായി പറയൂ, MLA-ക്ക് വണ്ടി KSRTC യാത്ര ചെയ്യാൻ പാസ് ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം മറന്നുപോയിട്ടാണോ ടിക്കറ്റ് ചോദിച്ചത്? ഈ യാത്ര ചെയ്യാൻ ആയൂർ ബിജു ആ വണ്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനാണ് ഈ ഒരു പ്രവൃത്തി കാണിച്ച വേറെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരാണ് സപ്പോസ് ഞാൻ ആരായാലും നേതൃത്വത്തിനായിരുന്നു തമ്പാനൂർ വരെ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തവനാണ് ഞാൻ. അത് അനുവദിക്കണ്ടേ? അപ്പോ ഇവിടുത്തെ പൊതുസമൂഹത്തിനുള്ള നീതിയും ന്യായവും നിഷേധിക്കാൻ വേണ്ടിയാണോ ഇവിടുത്തെ ജീവനും സ്വത്തിനും അല്ലെങ്കിൽ ജനങ്ങൾക്കും ഒക്കെ സംരക്ഷണം നൽകേണ്ട ഈ മേയറും MLA-യും പ്രവർത്തിക്കുന്നത്? ഇത് ഒരു കാരണവശാലും നേരത്തെ പലരും പറയുന്നത് കേട്ടു ദുർബലമായ വകുപ്പുകളാണ് എന്ന്. ദുർബലമായ വകുപ്പുകൾ എന്നൊരു വകുപ്പില്ല നമ്മുടെ ശിക്ഷാ നിയമത്തിൽ. എല്ലാ വകുപ്പുകളും വളരെ ശക്തമായ വകുപ്പുകളാണ്. ഓരോ ഒഫൻസിന്റെയും ഗ്രാവിറ്റി അനുസരിച്ചാണ് ഓരോ ഒഫൻസിനും കേസ് രജിസ്റ്റർ ചെയ്യുക. എല്ലാ കേസുകൾക്കും ചെറിയ കുറ്റങ്ങൾക്ക് ഫൈൻ അടയ്ക്കാവുന്ന കുറ്റമുണ്ട്. ചെറിയ ശിക്ഷകൾ 6 മാസം കാലാവധി, അല്ലെങ്കിൽ 1 വർഷം തടവ്, അല്ലെങ്കിൽ 7 വർഷം, 10 വർഷം, 14 വർഷം ക്യാപിറ്റൽ പണിഷ്മെന്റ്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പണിഷ്മെന്റ്. എല്ലാ കുറ്റങ്ങൾക്കും വലിയ ശിക്ഷ തന്നെ ലഭിക്കണം എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയുകയില്ല. ഓരോ ഒഫൻസിനും വിഭാവനം ചെയ്തിട്ടുള്ള ശിക്ഷകൾ മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. ഈ പറഞ്ഞ ഒഫൻസ് എന്ന് പറയുന്നത് പ്യൂർലി പബ്ലിക് ഇൻ നേച്ചർ ആയിട്ടുള്ള ഒഫൻസസ് ഉണ്ട് ഇതിനകത്ത്. ആ ഒഫൻസിനാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനകത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പൊതുഗതാഗതം തടസ്സപ്പെടുത്തുക, പിന്നെ പബ്ലിക് ന്യൂസൻസ്, പൊതുജനത്തിന് ശല്യം ഉണ്ടാകുന്ന വിധത്തിൽ പെരുമാറുക, നിയമവിരുദ്ധമായി സംഘം ചേരുക, അല്ലെ? നിയമവിരുദ്ധമായ സംഘം ചേരുക, IPC 141, അൺലോഫുൾ അസംബ്ലി, 5 or 5-ൽ കൂടുതൽ ആളുകളോ നിയമവിരുദ്ധമായി സംഘം ചേരുക. അതുകൊണ്ടാണ് ഇത്തരം ഒഫൻസുകളാണ് ഇപ്പോ പ്യൂർലി പബ്ലിക് ഇൻ നേച്ചർ ആയിട്ട് ആ പൊതു റോഡിൽ വെച്ച് നടക്കുന്നതിന്റെ CCTV ഫുട്ടേജ് അല്ലെങ്കിൽ വിഷ്വൽസ് എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുള്ളത്. ആ മാധ്യമങ്ങളാണ് പൊതുജനങ്ങൾ കണ്ടിട്ടുള്ളതും. ഇതിനകത്ത് ആര്യ രാജേന്ദ്രൻ അല്ലെങ്കിൽ സച്ചിൻ ദേവോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കോ യദുവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒഫൻഡീവായിട്ടുള്ള ഒരു കാര്യം നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ മാതൃകാപരമായി വേണമായിരുന്നു അത്തരം ആളുകൾ പ്രവർത്തിക്കേണ്ടിയിരുന്നത്. തൊട്ടടുത്ത് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വെച്ചാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനടുത്ത് പല മ്യൂസിയം പോലീസുണ്ട്, കന്റോൺമെന്റ് ജൂറിസ്ഡിക്ഷനുള്ള കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ
അറിയിച്ച് അവിടെ പരാതി കൊടുത്ത് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് പകരം നിയമം കയ്യിലെടുക്കുകയാണ് വാസ്തവത്തിൽ ഇത്തരം ആളുകൾ ചെയ്തത്. ഇത്തരം ആളുകളുടെ ഭാഗത്ത് നിന്ന്, ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് നമുക്കൊട്ടും പ്രതീക്ഷിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവർ ചെയ്യാൻ പാടില്ലാത്തത് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പൊതുജനം വാസ്തവത്തിൽ ഇത്തരം ആളുകൾക്ക് എതിരായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ കേസ് എടുക്കണം എന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത്. പക്ഷെ പോലീസ് എന്തുകൊണ്ടോ ഇത്തരം ആളുകൾക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകാറില്ല എന്നുള്ളതാണ്. ഇത്തരം സ്വാധീനമുള്ള ആളുകളുടെ, ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ ഇരിക്കുന്ന ആളുകൾ ഒരു കേസിലെ പ്രതിയാകുമ്പോൾ കേസെടുക്കാൻ വേണ്ടി തയ്യാറാകാറില്ല. ഇത് നമുക്കൊക്കെ പലപ്പോഴും അനുഭവപ്പെടാറുള്ള കാര്യമാണ്. ഒരു സാധാരണക്കാരനായ ഒരാളാണ് ഒരു KSRTC ബസ് പൊതുനിരത്തിൽ വെച്ച് തടഞ്ഞതെങ്കിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് നമുക്കൊന്ന് ഊഹിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം ആളുകൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള പ്രിവിലേജ് കൊടുക്കേണ്ടുന്ന കാര്യമില്ല. പ്രിവിലേജ് ഉള്ള ആളുകളാണ് വാസ്തവത്തിൽ നമ്മുടെ നിയമസഭാ സാമാജികർ. പി ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകൾ സഭയ്ക്കകത്ത് കയറി അത് തല്ലിപ്പൊളിച്ച സമയത്ത് അവർക്ക് പോലും കിട്ടാത്ത പ്രിവിലേജ് ആണ് ഈ പറയുന്ന ആളുകൾക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും? അവർക്ക് പോലും സുപ്രീം കോടതി വരെ പോയിട്ടും അവർക്ക് പ്രിവിലേജ് കിട്ടിയിട്ടില്ലല്ലോ. അവർക്കത് കിട്ടില്ല. കാരണം അവർ ചെയ്തിരിക്കുന്ന ഒഫൻസ് അത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതിനകത്ത് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും ചെയ്തത് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമവും അതുപോലെ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരവുമുള്ള കുറ്റമാണ്. ആ കുറ്റത്തിന് പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടതിന് പകരം മറ്റു ചില മാർഗങ്ങളിലൂടെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് നിയമ സംവിധാനത്തോടുള്ള ഒരു വെല്ലുവിളി കൂടിയായിട്ട് വേണം നമുക്ക് കാണാൻ. ശരി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനകത്ത് ഇത്തരം ആളുകൾ ചെയ്യുന്നത് മാതൃകാപരമായ രീതിയിൽ അവർ ആദ്യം ഈ പറഞ്ഞ നിയമപരമായ മാർഗത്തിലൂടെ മാത്രം ഇത്തരം കാര്യങ്ങൾ, നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ പല ഒഫൻസും നേരിടേണ്ടി വന്നേക്കാം. അതിൽ നമുക്ക് ആർക്കും ഈ പറയുന്ന ആളുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് സമീപിക്കേണ്ടുന്ന ഫോറത്തിൽ തന്നെ സമീപിക്കണം. അല്ലാതെ നമ്മളെല്ലാവരും ഇതുപോലെ നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ എവിടെ ചെന്നെത്തും? ശരി ശരി, അതാണല്ലോ ആയൂർ പ്രശ്നം. അതാണല്ലോ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മളെല്ലാം ചൂണ്ടിക്കാട്ടുന്നതാണല്ലോ ഈ KSRTC ഡ്രൈവർക്കെതിരെ ആദ്യം മുതലുള്ള കേസുകൾ ഇപ്പോൾ എടുത്ത് പ്രയോഗിക്കുകയാണ്. അയാൾ നേരത്തെ സ്ത്രീ വിരുദ്ധമായി ചില കാര്യങ്ങൾ ചെയ്തു, ഏറ്റവും കൂടുതൽ നടി ഇയാൾക്കെതിരെ പരാതി കൊടുക്കുന്നു. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇങ്ങനെ ഒരു ക്രിമിനലും പെണ്ണുപിടിയനും കുഴപ്പക്കാരനും ഒക്കെ ആയിരുന്ന ഒരാളാണോ നമ്മളെയൊക്കെ ഇത്രയും നാൾ ഈ ദീർഘദൂര സർവീസിൽ ഡ്രൈവറായിരുന്നത്? നമ്മുടെയൊക്കെ ജീവൻ അയാളുടെ കയ്യിലാണോ ഇരുന്നത്? എന്തുകൊണ്ട് KSRTCക്ക് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടപടി എടുക്കുമായിരുന്നില്ല? ഇപ്പോൾ എന്തിന് ഇയാളെ ക്രൂശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടിരുന്നു? ഞാൻ അതിലേക്ക് വരാം. അതിനു മുന്നേ ബഹുമാനായ അജയ്കുമാർ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങളുടെ കൂടി നികുതിപ്പണം കൊണ്ടാണ് ആ കുടുംബം ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. ബഹുമാനായ അജയ്കുമാർ ഈ ചർച്ചയിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ, അത് കേൾക്കാം. സാർ, ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയും ഈ രാജ്യത്തെ ഗവർണർമാരും ഈ രാജ്യത്തെ രാഷ്ട്രപതിയും ഉൾപ്പെടെ മുഴുവൻ ആൾക്കാരും പോട്ടെ, ഞാൻ താഴോട്ട് വന്നാൽ താങ്കളെപ്പോലുള്ള KSRTC ജീവനക്കാരും ജീവിക്കുന്നത് നമ്മളുടെ നികുതി പണം കൊണ്ടാണ്. താങ്കൾക്ക് സംശയമുണ്ടോ? അവരാരും വഴിയിലിറങ്ങി KSRTC ബസ് തടഞ്ഞു നിർത്താറില്ല. അങ്ങനെയല്ല. ഈ പറയുന്ന അജയ്കുമാറിന് ശമ്പളം കൊടുക്കുന്നത് എന്റെ കൂടി നികുതി പണം കൊണ്ടാണ്. അറിയാമല്ലോ, KSRTCയിലെ സാമ്പത്തിക അവസ്ഥ വളരെ കാലങ്ങളായിട്ട് കോൺഗ്രസ് ഭരിച്ചോ LDF ഭരിച്ചോ ആര് ഭരിച്ചോ എന്നുള്ളതല്ല. ഇന്നും താങ്കൾ വാങ്ങുന്നത് ഞാൻ കൊടുക്കുന്ന തുച്ഛമായ നികുതി പണത്തിൽ നിന്നാണ് എന്ന് താങ്കൾ ഓർമ്മിക്കണം. ഇത് പ്രിവിലേജാണ്. അതായത് മേയർക്കും MLAക്കും MP-ക്കും ഗവർണർക്കും രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സമ്പത്തിൽ നിന്ന് നമ്മൾ നികുതി അടയ്ക്കുന്ന പൈസയിൽ നിന്നാണ് കൊടുക്കുന്നത്. അത് ഭരണഘടന എഴുതി ഉണ്ടാക്കിയതിൻ്റെ ഭാഗമാണ്. തിരുത്തണമെങ്കിൽ അജയ്കുമാർ പോയിട്ട് അതങ്ങ് തിരുത്തണം. അതുകൊണ്ട് താങ്കളുടെ കുറ്റങ്ങൾക്ക് ഉച്ചക്കഞ്ഞി അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന താങ്കളുടെ മക്കൾക്ക് പുസ്തകം മേടിച്ച് കൊടുക്കുന്നെങ്കിൽ അതും ഞങ്ങളുടെ നികുതിപ്പണം തന്നെയാണ് എന്ന് ഓർമ്മിച്ചിട്ട് വേണം മര്യാദയില്ലാതെ സംസാരിക്കാൻ. ഞാനത് അവസാനിപ്പിക്കുക. ഇനി ബഹുമാനായ നോയൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പണിക്കരും അത് പറഞ്ഞു, ദുർബലമായ വകുപ്പുകൾ. സർ, ദുർബലമായ കുറ്റങ്ങൾ ചെയ്താൽ ദുർബലമായ വകുപ്പുകൾ മാത്രമേ ചെലുത്താൻ പറ്റൂ. സമ്മതിച്ചു. കുറ്റം ചെയ്തിട്ടുള്ള ആര്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആര് കുറ്റം ചെയ്തു എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. പോലീസ് അന്വേഷിക്കട്ടെ. ബഹുമാനായ കോടതി പറഞ്ഞിട്ടുണ്ട്, ഇതിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ
കേസെടുക്കുക, നടപടിയെടുക്കുക, ആ അന്വേഷിക്കുക. പോലീസിൽ വിശ്വാസമില്ലാത്തവനാണല്ലോ വണ്ടി തടയാൻ പോയത്. അല്ലല്ല, വണ്ടി തടയാൻ പോയത് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല. പോലീസ് ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു പക്ഷേ കേസെടുത്തില്ല എങ്കിൽ ബഹുമാന്യമായ കോടതി പറഞ്ഞു നിങ്ങൾ കേസെടുക്കുക, അന്വേഷിക്കുക. നോയൽ പറഞ്ഞ പോലെ നോയലെ ഇവിടെ 5 പേരിൽ കൂടുതൽ ഇടപെട്ടാൽ അല്ലെങ്കിൽ സംഘം ചേർന്നാൽ നിയമവിരുദ്ധമായി സംഘം ചേർന്നു എന്ന് വരും. ഇവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ 5 പേരില്ല. ഇനി നോയൽ ഒന്ന് കേൾക്കൂ, ഇവിടെ 5 പേര് അക്രമം ചെയ്തിട്ടില്ല. അവർ ഒരു തരത്തിലുള്ള മാരക ആയുധങ്ങളും ഉപയോഗിച്ചിട്ടില്ല. അവരുടെ നാക്ക് അല്ലാതെ മറ്റൊരു കാര്യവും ഉപയോഗിച്ചിട്ടില്ല. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു വ്യക്തിക്ക് ഇന്ത്യ മഹാരാജ്യത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് അവൻ്റെ യാത്രയിൽ ഒരു അപമര്യാദയായി മറ്റൊരാൾ പ്രവർത്തിച്ചാൽ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് അത് നോയലിൻ്റെ ഭാര്യയ്ക്ക്, നോയലിൻ്റെ കുടുംബത്തിന് മുകളിൽ വരുമ്പോൾ മാത്രമേ നോയലിന് നോക്കുകയുള്ളൂ. അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആയൂർ ബിജുവിൻ്റെ ഭാര്യയുമായി പോകുമ്പോൾ, പണിക്കരുടെ ഭാര്യയുമായി കുടുംബവുമായിട്ട് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷയത്തിൽ മാത്രമേ അവർക്ക് ഇടപെടേണ്ടി വരത്തുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ MLA അല്ല, ഒരു മേയറല്ല, ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ആയി മാത്രം കരുതുക. അവരെ ഇടപെട്ടിട്ടുണ്ട്. അവരെ പലതരത്തിൽ ഈ പറയുന്ന ഈ യദുവിൻ്റെ ഹിസ്റ്ററിയൊക്കെ പഠിച്ചാൽ നിങ്ങളൊക്കെ 2-3 ദിവസമായിട്ട് ഈ കാര്യങ്ങൾ കാണുന്നതാണല്ലോ. ആ ഹിസ്റ്ററി ഉള്ള ആളാണ് സാർ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് നേരത്തെ മനസ്സിലാക്കിയില്ലേ സ്ഥാപനം? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ബൈജു നോയലിനെ പോലുള്ള വക്കീലന്മാരുണ്ടല്ലോ, എത്രയോ വക്കീലന്മാർ ഈ രാജ്യത്ത് വിധ്വംസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ മുന്നിൽ ചെന്ന കക്ഷികളെ, ഞാൻ മറ്റ് തരത്തിലേക്ക് പോകുന്നില്ല, എത്രയോ കേസുകൾ ഈ പറയുന്ന അഭിഭാഷകർക്കെതിരെ ഉണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് രാജ്യം സംശുദ്ധമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരാൾ ഒരു കേസിൽ പിടിക്കപ്പെടുമ്പോൾ അതുമാത്രമായി മുന്നിലെടുത്തുകൊണ്ട് ഇത് മൊത്തം സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ മൊത്തം ആൾക്കാരുടെ ഒരു രീതിയാണ് എന്ന് പറഞ്ഞു വെക്കരുത്. ശരി, തിരിച്ചു വരാം. ശ്രീത്ത്, അതാണ് ഈ പറയുന്നത്. അവര് നാട്ടുകാർ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയാൽ ഇറങ്ങി പ്രതികരിക്കണം. അത് പ്രതികരിക്കുന്നതിൽ തെറ്റില്ല. താങ്കളിലേക്ക് വരാം ശ്രീ അജയകുമാർ. ശ്രീത്ത്. അല്ല, നോക്കൂ, ഇതില് ശ്രീ ആയൂർ ബിജു ഇവിടെ പറയുന്ന കാര്യങ്ങൾ KSRTC വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറയുന്നു. ഏതെങ്കിലും ഒരു ജീവനക്കാരന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടായി എന്ന് യാത്രക്കാർക്കോ അല്ലെങ്കിൽ പൊതുജനത്തിന്റെ ഭാഗമായിട്ടുള്ള ആർക്കെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടായാൽ അതിന് തെളിവൊന്നും വേണ്ടല്ലോ. ഇപ്പൊ ഈ വിഷയത്തിൽ ഇതുവരെ തെളിവില്ല. അപ്പൊ അങ്ങനെ തോന്നിയാൽ ആ തോന്നലിന്റെ പേരിൽ നമുക്ക് എല്ലാവർക്കും ഇറങ്ങി ബസ് തടയാം എന്ന് KSRTC വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറയുന്നു. KSRTCയുടെ MD പറയുന്നു. ആരും പറയില്ല. അപ്പൊ അതിനർത്ഥം ശ്രീ ആയൂർ ബിജു പറയുന്നത് പോലെ ലളിതമല്ല കാര്യങ്ങളെന്നാണ്. വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ശ്രീ ആയൂർ ബിജു ഇവിടെ ഭരണഘടനയെ പറ്റി പറഞ്ഞു. ഭരണഘടനാദത്തമായിട്ടുള്ള ചില അവകാശ അധികാരങ്ങളാണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് മുതൽ ഇങ്ങ് താഴെ തട്ടിലുള്ള ഒരു ജനപ്രതിനിധി വരെ കിട്ടുന്നത് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഭരണഘടനാപരമായിട്ട് തന്നെ മനുഷ്യന് നൽകുന്ന ചില അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങളെല്ലാം ഉറപ്പുവരുത്തുന്നു, അതിന് ലംഘനം ഉണ്ടാകരുത് എന്ന് കണ്ടുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ചില ലീഗലായിട്ടുള്ള സംഹിതകളുണ്ട്. ഇതിനെല്ലാം കോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ഒഫൻസ് വന്നാൽ ശ്രീ ആയൂർ ബിജു നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആര്യ രാജേന്ദ്രൻ അവിടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു, ഒരു KSRTC ബസ്സിലെ ഡ്രൈവർ ഒരു അശ്ലീലമായിട്ടുള്ള അംഗവിക്ഷേപം കാണിക്കുന്നു എന്ന് കരുതുക. അവരെന്താണ് ചെയ്യേണ്ടത്? അവർ പരാതിപ്പെടണം. അവർക്ക് വേണമെങ്കിൽ ആ സമയത്ത് തന്നെ KSRTCയിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഒക്കെ തന്നെ വിളിച്ചു പറയാം. ഈ ഡ്രൈവറെ ആ ഡ്യൂട്ടി തീരുന്ന സമയത്തേക്ക് കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് ഉള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏർപ്പെടുത്താം. അതിനുശേഷം അവർക്ക് റിട്ടേൺ ആയിട്ടുള്ള പരാതി കൊടുക്കാം. ഇതാണ് ചെയ്യേണ്ടത്. ഏതൊരു വ്യക്തിയും, ആര്യ രാജേന്ദ്രൻ എന്നല്ല, പ്രിവിലേജ് ഉപയോഗിക്കാത്ത സാധാരണ സ്ത്രീ എന്ന് അവകാശപ്പെടുന്ന ആര്യ രാജേന്ദ്രനായാലും മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനാണെങ്കിലും താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെയൊക്കെ ഭാര്യമാരാണെങ്കിലും ഇവരെല്ലാവരും തന്നെ ചെയ്യേണ്ടത് ഇതാണ്. അതിനു പകരം ഞാൻ അങ്ങ് നിയമം കയ്യിലെടുത്തേക്കാം, ഞാൻ ഇതിനെ തീർപ്പ് കൽപ്പിച്ചേക്കാം, ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് താങ്കൾ പറയുന്ന ഈ ഭരണഘടനയും നിയമസംഹിതയും ഒന്നും പിന്നെ ഇല്ല. അങ്ങനെയുള്ള സംവിധാനത്തിന് ഏകാധിപത്യം എന്നാണ് പറയുക. അങ്ങനെ ഏകാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമല്ല നമ്മുടേത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ശ്രീ ആയൂർ ബിജു തന്നെ പറഞ്ഞു, ദുർബലമായ ചെയ്തി ആയതുകൊണ്ടാണ് ദുർബലമായിട്ടുള്ള വകുപ്പ് എന്ന് പറഞ്ഞു.
ഇതാണോ ദുർബലം? ഞാൻ ചോദിക്കുന്നത് അത്രയ്ക്ക് ദുർബലമായിട്ടുള്ള ചെയ്തിയായിരുന്നു അവിടെ നടന്നത് എങ്കിൽ എനിക്കും ബസ് തടയാം എന്നാണോ താങ്കൾ പറയുന്നത്? നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള സ്ത്രീകൾക്കും ഇതേപോലെ ഒരു KSRTC ബസ് പോകുന്നു, അതിലെ ഡ്രൈവർ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ എന്തോ കാണിച്ചു, അത് അശ്ലീലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ വാഹനം കൊണ്ടുപോയി ബസ് എവിടെയെങ്കിലും ഒക്കെ സ്റ്റോപ്പുകളിൽ നിർത്തുമല്ലോ, അവിടെ കൊണ്ടുപോയി ചോദിച്ചോട്ടെ. താങ്കളാണ് അല്ലെങ്കിൽ താങ്കളുമായി കുടുംബമായി പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വിഷയമുണ്ടായാൽ താങ്കൾ ഒരുപക്ഷെ ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കും. താങ്കൾ അന്നേരം പോലീസിനെ വിളിക്കില്ല, താങ്കൾ അന്നേരം DGPയെ വിളിക്കില്ല. താങ്കൾ ആ സമയത്ത് താങ്കളുടെ വികാരം പ്രകടിപ്പിച്ചിരിക്കും, താങ്കൾ ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കും. ശ്രീജിത്ത് പണിക്കർ ഇറങ്ങി വണ്ടി തടയുമെന്നാണ്. ശ്രീജിത്ത് പണിക്കർ ഇറങ്ങി വണ്ടി തടയുമെന്നാണ്. ആ ഡ്രൈവറോട് താങ്കൾ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ആയൂർ ബിജു ഒരുപാട് പ്രാവശ്യം നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള പല ആൾക്കാരും അപകടകരമായ രീതിയിലത്തേക്ക് നമ്മുടെ വാഹനത്തെ തട്ടുന്നു എന്ന് തോന്നുന്ന രീതിയിലത്തേക്ക് വാഹനം കൊണ്ടുവരികയും നമ്മളൊക്കെ തന്നെ വെട്ടിച്ച് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ അതിൽ KSRTC ബസ്സുകൾ ഉണ്ടാകാം, പിന്നെ 2 വീലർ ആൾക്കാരുണ്ടാകാം, മറ്റു വാഹനങ്ങൾ ഉണ്ടാകാം, ഇതൊക്കെ ഉണ്ടാവാം. അപ്പൊ ആ സമയത്തൊക്കെ തന്നെ നമ്മൾ എന്താ മാക്സിമം ചെയ്യുക? നമ്മൾ മാക്സിമം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഇരിക്കുന്ന സൈഡിലെ ചില്ല് താഴ്ത്തിയതിനു ശേഷം എന്തുവാടോ എന്ന് ചോദിക്കും. താൻ എവിടെ നോക്കിയാടോ പോകുന്നത് എന്ന് ചോദിക്കും. ഇതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യില്ല. അല്ലാതെ നമ്മൾ ആരും അവിടെ വട്ടം വണ്ടി ഇട്ടതിനു ശേഷം ചോദിക്കുമല്ലോ. അതിന്റെ രണ്ടാമത്തെ അല്പം കൂടിയുള്ള വെർഷനാണ് ഈ വാഹനത്തിന് മുന്നിൽ വാഹനം നിർത്തിയിട്ട് നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്നത് പച്ച മലയാളത്തിൽ. എന്റെ സാറേ, ഈ നാട്ടിൽ നിയമം ഉണ്ടെന്നേ, ഈ നാട്ടിൽ നിയമമുണ്ട്. നിങ്ങളുടെ മന്ത്രി ഗണേഷ് കുമാറിനെ ഒറ്റ ഫോൺ കോളിൽ ഇവർ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ആളാണ് മന്ത്രി. നമ്മളെക്കാൾ കൂടുതൽ അവരോട് ബന്ധമുള്ള ആളാണ്, വിളിച്ചു പറയാം. അല്ലെങ്കിൽ രണ്ടാമത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം വണ്ടി തടഞ്ഞെടുത്തില്ലേ, ഇയാളെ അറസ്റ്റ് ചെയ്യില്ലേ? ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞ കാര്യം. എന്റെ പ്രിയപ്പെട്ട ബിജു ചേട്ടാ, നമ്മൾ എല്ലാവരും ഇങ്ങനെ തോന്നിയതിനു ശേഷം സർവീസ് തടയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ KSRTCക്ക് ഒന്നാമതേ ഈ പറയുന്നത് പോലെ പണ്ടേ ദുർബല, പോരാത്തതിന് ഗർഭിണി എന്ന അവസ്ഥ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് വണ്ടി തടഞ്ഞു കഴിഞ്ഞാൽ KSRTCക്ക് ഉണ്ടാവില്ലേ? താങ്കൾ എന്തിനാണ് ഇതിനെ ന്യായീകരിക്കുന്നത്? ഇവിടെ ഒരു ഭരണസമിതി എന്നാ പിന്നെ പോലീസുകാർ എന്തിനാ കേട്ടോ നമ്മൾ ഈ പറയുന്ന പോലെ ഈ നികുതി പണത്തിൽ നിന്ന് പൈസ കൊടുക്കുന്നത് എന്തിനാ? പോലീസ് സ്റ്റേഷന് പാറാവ് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ പോലീസുകാര്? അതോ ഈ നമ്മൾ ഈ പറയുന്ന നികുതി പണത്തിൽ നിന്ന് പെട്രോളിനും ഡീസലിനും ഒക്കെ പിന്നെ പൈസയും കൊടുത്തതിന് ശേഷം ചുമ്മാ ഇങ്ങനെ റോന്തി വിറ്റാണ്ട് വാഹനങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നതിന് വേണ്ടിയിട്ടാണോ പോലീസ്? പോലീസ് ഇതിനൊക്കെയാണ്. എനിക്ക് പിണറായി വിജയന്റെ പോലീസിനെ വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗുരുതരമായിട്ടുള്ള ഒഫൻസ് ആണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ, അവിടെ അത് വിട്ടേക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനിതിന് പരാതി കൊടുക്കും. എത്രയോ പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, എത്രയോ പരാതികളിൽ ആക്ഷൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. ബിജു ചേട്ടൻ എത്ര തവണ KSRTCക്ക് വട്ടവിട്ടതിന് ശേഷം ബസ് തടഞ്ഞിട്ടുണ്ട്? ഞാൻ ഇന്നേ വരെ തടഞ്ഞിട്ടില്ല. എനിക്ക് അറിയാവുന്ന ആൾക്കാരും തടഞ്ഞിട്ടില്ല. കാരണം അത് ചെയ്യുന്നത് ഉത്തമ പൗരബോധമല്ല. അയാൾ ചെയ്തിരിക്കുന്നത്, ഇപ്പോ ഒരാളിനെ ഇടിച്ചു, ഒരാൾ ഒരു അപകടം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഈ ഇടിച്ചതിന് ശേഷം നമ്മൾ ഈ പറയുമല്ലോ, പിന്നെ വാഹനം നിർത്താതെ ഓടിച്ചു പോവുക, ഹിറ്റ് ആൻഡ് റൺ ആണെങ്കിൽ ഈ പറയുന്നതൊക്കെ ശരിയാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോയി തടഞ്ഞു നിർത്തിയെന്നിരിക്കും. പക്ഷെ ഇത് അങ്ങനെയൊന്നുമല്ല. ഇതിങ്ങനെ ഒരു അംഗവിക്ഷേപം കാണിച്ചു എന്നുള്ള ഒരു ആക്ഷേപമാണ്, ഒരു ആരോപണമാണ്. അപ്പൊ അതിന്റെ പേരിൽ ചെയ്തിരിക്കുന്ന അതൊരു ദുർബലമായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നു. ഞാനിത് ദുർബലമായിട്ടുള്ള വകുപ്പുകളാണ് എന്ന് പറയുന്നത് എല്ലാ വകുപ്പുകളും ദുർബലമാണോ അല്ലയോ എന്നുള്ള ശ്രീ നോയൽ പറഞ്ഞ പെർസ്പെക്റ്റീവിലല്ല. നേരെ മറിച്ച് അവിടെ നടന്നിരിക്കുന്ന ഒഫൻസ് എന്താണ്? ഏറ്റവും പ്രധാനമായിട്ട് അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരാളിന് ഡിനയൽ ഓഫ് സർവീസ് ആണ്. അതായത് ആ വാഹനത്തിൽ ഒരു 10-15 പേരുണ്ട് എങ്കിൽ അവരവിടെ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് തമ്പാനൂർ സ്റ്റോപ്പിൽ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ട്രിവാൻഡ്രം ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമ്പാനൂരാണ്. ആ തമ്പാനൂർ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് നിയമപ്രകാരം ഞാൻ പണം അടച്ച് അവിടെ ഒരു സർവീസ് നേടിയിട്ടുണ്ടെങ്കിൽ ആ സർവീസ് അവിടെ ഇടയ്ക്ക് വെച്ച് നിർത്തിയതിനു ശേഷം ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ഇല്ലാതെ എന്നെ അവിടെ രാത്രിയിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അത് ഡിനയൽ ഓഫ് സർവീസ് ആണ്. റൈറ്റ് ടു സർവീസ് നിലനിൽക്കുന്ന ഒരു രാജ്യമാണിത്. 1. 2, അതിൽ സ്ത്രീകളുണ്ടാകാം, കുട്ടികളുണ്ടാകാം. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എൻഡേഞ്ചറിങ് പേഴ്സണൽ സേഫ്റ്റി വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. അതേപോലെ തന്നെ മേയർ അവിടെ വന്നു എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളത് ഡിലീറ്റ് ചെയ്യൂ എന്ന് പറയുന്നു. അത് ഇന്റിമിഡേഷൻ ആണ്. ഒരു പൊതു സ്ഥലത്ത് ഒരു പൊതു തർക്കം അവിടെ ഉണ്ടാകുമ്പോൾ, ഒരു പൊതു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്കതിന്റെ ഫിലിം എടുത്തുകൂടെ? നിങ്ങൾക്കത് വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുകൂടെ? അപ്പൊ ആ സമയത്ത് ഒരാൾ വന്നിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്റിമിഡേഷൻ ആണ്. ഈ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സർവീസ് എവിടെ വരെയാണോ ഉള്ളത് അവിടെ വരെ യാത്ര ചെയ്യാനായിട്ട് ടിക്കറ്റ് എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഭരണഘടനാപരമായിട്ടുള്ള റൈറ്റ് ടു ട്രാവൽ ഉണ്ട്.
ഇന്ത്യയിൽ എവിടെയും രാജ്യത്ത് എവിടെയും സ്വതന്ത്രമായി യാത്ര ചെയ്യാം. അതിനുവേണ്ടിട്ട് സർക്കാർ സംവിധാനവുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് തിരുവനന്തപുരത്താണ് ഈ വാഹനത്തിന് ആൾക്കാർ ഇറങ്ങിപ്പോയത്. ഞങ്ങളുടെ പോലീസാണ്, പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത്. അവിടെ സുരക്ഷയ്ക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല സാർ, ഉണ്ടാവുകയില്ല. അവിടുന്ന് പോയവർക്കാർക്കും മ്യൂസിയത്തിൽ നടക്കാൻ പോയ സ്ത്രീയെ ആക്രമിച്ചതാണ്. മ്യൂസിയത്തിൽ നടക്കാൻ പോയ സ്ത്രീയെ സ്റ്റേറ്റ് ഗാർഡ് വന്ന് കേരള ഗവൺമെന്റിന്റെ ബോർഡ് വെച്ച ഗാർഡ് വന്ന് യുവതി റേപ്പ് ചെയ്യപ്പെട്ടതാണ്. കോഴിക്കോട് മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ സംവിധാനത്തിനെ വിശ്വസിച്ച് കിടന്നിരുന്ന ഒരു സ്ത്രീ അവിടെ വെച്ച് പീഡിപ്പിക്കപ്പെട്ടതാണ്. ദയവായി ആയുർ ബിജു ചേട്ടാ, ഇമാതിരി കേരള പോലീസിന്റെയും സർക്കാർ സംവിധാനത്തിന്റെയും മഹാത്മ്യം ഒന്നും പറയല്ലേ. മഹാത്മ്യം പറയല്ലേ. കേരളത്തിലുള്ള പോലീസും ഇതിന്റെ സംവിധാനത്തിലും സർക്കാർ പ്രശ്നമുണ്ടല്ലോ. ഒറ്റ സെക്കൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു, കേരളം ഭരിക്കുന്ന പിണറായിയാണ്. ആ തിരുവനന്തപുരത്ത് ഈ വാഹനത്തിൽ നിന്ന് ഒരാളെ ഇറക്കി വിട്ടതുകൊണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ഉണ്ടാകില്ല എന്ന് ഞങ്ങൾക്കറിയാം. അജയകുമാർ കാര്യമില്ലല്ലോ. ആൾക്കാരെ എന്നാ പിന്നെ നിങ്ങൾ സർവീസ് എല്ലാം പൂർത്തിയാക്കുന്നതിന് മുമ്പ് കേശവദാസ് തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ക്യാപിറ്റൽ സിറ്റിയിൽ വന്നിറങ്ങുന്ന പണിക്കരായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ബൈജു നോയലായാലും വന്നിറങ്ങിയാൽ അവരുടെ കുടുംബത്തെ യഥാവിധി കൊണ്ടുപോകാൻ ഞങ്ങളുടെ എന്തൊക്കെ വിവരക്കേടാണ് എന്ത് വിവരക്കേടാണ് സർവീസിന് വേണ്ടിട്ട് ടിക്കറ്റ് അല്ല, നിങ്ങൾ സുരക്ഷയെ കുറിച്ച് പറഞ്ഞു. ശ്രീജിത്ത് പണിക്കർ, താങ്കൾ സുരക്ഷയെ കുറിച്ച് പറഞ്ഞു. തിരുവനന്തപുരത്തെ സുരക്ഷ അവിടെ വേറൊരു ചർച്ചയാണ്. ഡ്രൈവറുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള പരാതികളടക്കം നിരവധിയായി വരുന്നുണ്ട്. ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട് അത് അങ്ങനെ ഒന്നും നോക്കാതെയാണോ ഈ ഡ്രൈവർമാരെ രഞ്ജിത്ത് സംസാരിക്കാൻ പറഞ്ഞു. ബിജു, ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷന് ഡയറക്റ്റ് ടാക്സ് കൊടുക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഡയറക്റ്റ് ടാക്സ് കൊടുക്കുന്ന ഒരാളാണ്. ബിജു പറഞ്ഞതുപോലെ ഇവിടെ KSRTCക്ക് വേണ്ടി മാത്രമല്ല സാമ്പത്തിക സഹായം കൊടുക്കുന്നത്, കേരളത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഗവൺമെന്റിന്റെ നികുതി കൊണ്ടാണ് ശമ്പളം കൊടുക്കുന്നത്. പക്ഷേ KSRTCക്കാരന് ശമ്പളം കൊടുക്കുന്നത് ഇവിടുത്തെ ആരുടെയും ടാക്സ് അല്ല. അവൻ ഈ പറഞ്ഞതുപോലെ ഈ കൊടുത്തിരിക്കുന്ന സമയത്ത് അവൻ തൃശ്ശൂരും കോഴിക്കോടും കാസർഗോഡും വരും പോയി ഈ യാത്രക്കാരെ ഇതുപോലുള്ള വിവിധ യാത്രക്കാരെ കയറ്റി ഇറക്കി അവന്റെ കയ്യിലിരിക്കുന്ന ചില്ലി കാശ് വാങ്ങി ഒരു മാസം 220-230 കോടി കളക്ഷൻ കൊണ്ടുവരുന്ന തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കുവാൻ നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഇവിടുത്തെ കോർപ്പറേഷനും സർക്കാരിനും ഇല്ലേ? അതാ ഞാൻ പറഞ്ഞ ഡയറക്റ്റ് ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷന് ടാക്സ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾ കൊണ്ടുവരുന്ന ശമ്പളം എടുത്ത് ഞങ്ങൾക്ക്. പിന്നെ ഈ ബിജു പറഞ്ഞതുപോലെ ഇവിടെ ടാക്സും നികുതി പണമൊക്കെ എടുത്ത് നിങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുന്നത്, ഇവിടെ ഫാന്റെ കഴിയുന്ന ഒട്ടനവധി സർക്കാർ ജീവനക്കാരുണ്ട്, അവർക്കാണ് കൊടുക്കണം, ഞങ്ങൾക്കല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ നിങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ഈ സച്ചിൻ MLA പോലുള്ള പ്രതിനിധികൾ 1, 2, 3 ആൾക്കാരെ വെച്ച് അവർ നിർദ്ദേശിക്കുന്ന റൂട്ടുകളിലൂടെ പോയതും കഴിഞ്ഞ കാലങ്ങളിൽ വണ്ടികൾ അടിച്ചു പൊട്ടിച്ചതിന്റെ ഒക്കെ പണമാണ് ഇന്ന് കടമായി കിടന്ന് പലയിടത്തുനിന്നും വലിയ വലിയ തുകകളെടുത്ത് നികത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നഷ്ടത്തിൽ പോകുന്ന ഞങ്ങളല്ല, ഇതിനു മുമ്പ് ഭരിച്ച മാറി മാറി വന്ന സർക്കാരിന്റെ പിടിപ്പുകേടാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ നിയമം മാറ്റി എഴുതാൻ. ബിജു ഒരു കാര്യം ചെയ്യും, ബിജുവിന്റെ സർക്കാരിനോട് പറ, ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ മന്ത്രിസഭയിലേ ഇരിക്കുന്നത്, നിങ്ങൾ പറയൂ ഇവിടെ പോലീസ് വേണ്ട, നിയമനിർമ്മാണം വേണ്ട, ഞങ്ങൾ ഇതുപോലെ കൈകാര്യം ചെയ്യാൻ. ബിജുവിനറിയാലോ, വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്നോ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ കൊണ്ടോ പോലീസിനെയും നിയമത്തെയും അനുസരിക്കാതെ ഈ പറഞ്ഞ ഈ തെരുവോരങ്ങളിൽ റോഡുകളിൽ ഇതുപോലെ കൈകാര്യം ചെയ്തുകൊണ്ട് എത്ര ജീവനാണ് പൊലിഞ്ഞതെന്ന് നിങ്ങൾക്കറിയാലോ. ഇതുപോലെ വണ്ടി ഓവർടേക്ക് ചെയ്ത് നിർത്തുക, അവരെ തെറി വിളിക്കുക, ആ വണ്ടിയിലിരിക്കുന്ന ജാക്കി എടുത്ത് അവന്റെ ജാക്കിൽ ഇവരെടുത്ത് തലയടിച്ച് പൊട്ടിക്കുക. ബിജു ഒരു കാര്യം ചെയ്യും, അങ്ങനെ നേരിട്ട് പരസ്പരം ഏറ്റുമുട്ടത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു നിയമം നിങ്ങൾ എഴുതി ഉണ്ടാക്കുക. ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നിങ്ങളുടെ MLAയും നിങ്ങളുടെ മേയറും ചെയ്തത് ശരിയല്ല.
അവർ കേസ് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഡ്രൈവറുടെയും കേസ് പോലീസ് പരിഗണിക്കണം. എന്തേ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസ് എന്തുകൊണ്ട് ഉത്തരവാദിത്വമായ ഒരു കടമ നിർവഹിച്ചില്ല? നിങ്ങൾക്കറിയാം, ആ ബസ്സിൽ 2 or 3 സ്ത്രീ യാത്രക്കാരുണ്ടായിരുന്നു. നിങ്ങളും ഞാനും ഒക്കെ ഒരുപാട് സ്ത്രീ സംരക്ഷണം പറയുന്നവരാണ്. ആ സ്ത്രീകളും കൊച്ചു കുട്ടികളും ഒക്കെ രാത്രി 11 മണിക്ക് തിരുവനന്തപുരം പാളയത്തിറങ്ങി തമ്പാനൂർ വരെ പോകാൻ എങ്ങനെ പോയി എന്ന് അന്വേഷിച്ചോ? അല്ലെങ്കിൽ ഈ മേയറോ ഈ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന് പറയുന്ന MLA അവരെ കൊണ്ടാക്കിയോ? അല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചോ എന്ന് അന്വേഷിച്ചോ? എനിക്ക് മുമ്പ് സംസാരിച്ച ആള് പറഞ്ഞ പോലെ തമ്പാനൂരിലേക്ക് ടിക്കറ്റ് എടുത്താൽ തിരുവനന്തപുരം തമ്പാനൂരിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം, ഒരു ബസ് ബ്രേക്ക് ഡൗൺ ആയാൽ അടുത്ത ബസ്സിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം KSRTC മാനേജ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ മാനേജ്മെന്റിനെ അറിയിപ്പിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും 3-4 മണിക്കൂർ വണ്ടി റോഡിൽ കിടന്നിട്ടും ആ പൈസ എടുത്ത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത ആ യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ടും ഇതുവരെയും മാനേജ്മെന്റിന്റെയോ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇവർക്കാർക്കും, ജനപ്രതിനിധി എന്ന് പറഞ്ഞ് വിലസുന്ന ഇവർക്കാർക്കും എതിരെ ഒരു ചെറുവിരലക്കാൻ പറ്റിയില്ല. അപ്പൊ നിയമം എന്താണ്? അധികാരവും ഹുങ്കും കാണിക്കുന്നവരുടെ പക്ഷത്താണോ? അപ്പൊ ഇവിടെ പാവപ്പെട്ടവർക്കാർക്കും നീതി വേണ്ട എന്നാണോ? അപ്പൊ ഇതുപോലെ കാണിക്കുന്ന പ്രശ്നങ്ങൾക്ക് കയ്യൂക്കുള്ളവൻ അത് പ്രതികരിക്കട്ടെ എന്ന് നിങ്ങൾ വ്യക്തമായ ഒരു സംവിധാനം ഉണ്ടാക്ക്, വ്യക്തമായ ഒരു നിയമസംഹിത ഉണ്ടാക്ക്. ഞങ്ങൾക്ക് ഇന്നാരിന്നാരൊക്കെ പ്രതികരിച്ചാൽ നിങ്ങൾ ആരും ഒന്നും മിണ്ടരുത്, ഇന്നാരിന്നാരൊക്കെ പ്രതികരിച്ചാൽ അവരെ പേരിൽ കേസെടുക്കരുത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നേരിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് യദുവിനെ സംരക്ഷിക്കേണ്ട ആവശ്യമല്ല. ഈ പറഞ്ഞില്ലേ, KSRTC തൊഴിലാളികളുടെ മേൽ ഇത്രയും കഷ്ടപ്പെട്ട്, നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ KSRTC വല്ലാത്തൊരു പാപഭാരം പേറി ഇങ്ങനെ പോകുന്ന ഒരു വല്ലാത്തൊരു സംഭവമാണ്. നിങ്ങളെല്ലാം കൂടെ അവനെ ഞെക്കി കൊല്ലരുത്. പറഞ്ഞു ഞങ്ങൾ ഈ പറഞ്ഞ 7 വർഷം കൊണ്ട് KSRTC തൊഴിലാളികളുടെ അവസ്ഥ എന്താണ് എന്ന് ശമ്പളത്തിന് വേണ്ടിയും KSRTC നിലനിർത്തണമെന്ന് പറഞ്ഞും ഈ അർദ്ധരാത്രിയും പാതരാത്രിയും ഒക്കെ ജനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഇത് നിലനിർത്തണമെന്ന് തെരുവോരങ്ങൾ സെക്രട്ടേറിയറ്റിന്റെയും ചീഫ് ഓഫീസിന്റെ നടയിലും സമരം ചെയ്ത് അന്തി ഉറങ്ങുന്ന പാവപ്പെട്ട ഒരു തൊഴിലാളി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് ഈ KSRTCക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള നിങ്ങളുടെ ജനപ്രതിനിധികളുടെ ഈ അഴിഞ്ഞാട്ടത്തിനെതിരെ കേസെടുക്കണം. അതിനെ ആരാണോ കുറ്റക്കാരൻ, യദുവെങ്കിൽ യദു, അല്ലെങ്കിൽ MLA എങ്കിൽ MLA, അല്ലെങ്കിൽ വ്യക്തമാണ്. ബൈജു നോയൽ ഇവിടെ ഈ കേസുകളുടെ ഗൗരവ സ്വഭാവം ഇതിനെ പോലീസ് സമീപിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയർത്തിയത് ശ്രീജിത്ത് ഞാനും ഒക്കെ. ജനങ്ങൾക്ക് നിങ്ങൾ വരുത്തി കൊടുക്കണം. ബൈജു എങ്ങനെ അല്ല ബൈജു കേട്ടില്ല. അല്ല, ഈ നമ്മുടെ ഈ കേസിന്റെ ഈ വകുപ്പുകളുടെ ഗൗരവ സ്വഭാവം എന്നുള്ളതല്ല നമ്മൾ അത് ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഗൗരവം ഈ വിഷയത്തിന് പോലീസ് കൊടുത്തിട്ടുണ്ടോ, കോടതി ഇടപെട്ടിട്ടു പോലും എന്നുള്ള ചോദ്യമായിരുന്നു. തീർച്ചയായും ഇല്ല എന്ന് തന്നെ പറയണം. നേരത്തെ ആയൂർ ബിജു പറഞ്ഞതുപോലെ നേരത്തെ സ്കോട്ട്ലൻഡ് യാർഡ് അല്ലെങ്കിൽ സിംഗപ്പൂർ പോലീസ്, ദുബായ് പോലീസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പിണറായി വിജയന്റെ പോലീസ് എന്ന് പറയുന്നത് തന്നെ തെറ്റായ ഒരു പ്രയോഗമാണ്. നമ്മളൊക്കെ വിശ്വസിക്കുന്നത് കേരള പോലീസിലാണ്. മേയർ ആര്യ രാജേന്ദ്രനും അദ്ദേഹത്തിന്റെ ഭർത്താവ് സച്ചിൻ ദേവ് MLAയും കേരള പോലീസിൽ അർപ്പിക്കേണ്ടെന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അവർക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് കൂടിയാവണം അവർ സ്വന്തം കയ്യൂക്കിൽ മാത്രം വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവർ ഈ ബസ് തടയുക എന്നുള്ള രീതിയിലേക്ക് മാറിയത്. അങ്ങനെ ആളുകൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഒരു കുറ്റം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കുറ്റമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനത്തിൽ വിശ്വാസമില്ലാത്ത ഒരാൾ വേണമെങ്കിൽ ഇത്തരം ഒഫൻസുകൾ ചെയ്യും. പക്ഷെ അത്തരം ഒഫൻസുകൾ ചെയ്തു കഴിഞ്ഞാൽ അത്തരം ആളുകൾ ഈ സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്. വാസ്തവത്തിൽ പ്രോസിക്യൂഷൻ നടപടികളെ നേരിടുകയാണ് വേണ്ടത്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നതിന് പകരം നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എത്ര പേർക്ക് സാധിക്കും അങ്ങനെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കാൻ? ഇതിനു മുൻപ് ഒരു സംഭവം ഉണ്ടായപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, ഈ മേയർ മുഖ്യമന്ത്രിക്കാണ് നേരിട്ട് പരാതി കൊടുക്കുന്നത്. നമ്മളെ പോലെയുള്ള സാധാരണക്കാരൊക്കെ എവിടെയാണ് പരാതി കൊടുക്കാറ്? പോലീസ് സ്റ്റേഷനിലാണ്. ഈ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. കേസെടുക്കാൻ തയ്യാറായോ? ഇല്ലല്ലോ. അപ്പൊ ഈ വിശ്വാസം നഷ്ടപ്പെട്ടു. ആർക്ക് നഷ്ടപ്പെട്ടു? എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ തന്നെ മേയർക്കും ഈ പറയുന്ന സച്ചിൻ ദേവ് MLAക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. അതുകൊണ്ടല്ലേ അവരും പോലീസിനെ സമീപിക്കാത്തത്. അവർക്ക് പോലീസിനെ സമീപിക്കാമായിരുന്നല്ലോ. സ്വന്തം ഈ പറയുന്ന വഴിയിൽ എനിക്കെതിരെ ഒരാൾ കൈകൊണ്ട് ലൈംഗികമായ അതിക്രമം നടത്തി, അതുകൊണ്ട് ഞാൻ അയാളുടെ ബസ് തടയുന്നു
എന്ന് ഒരു MLA-യും ഒരു മേയറും പറയുമ്പോൾ അവർക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ വിശ്വാസമില്ല എന്ന് വേണ്ട ഗണിക്കാൻ. അത് കൂടാതെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന പരാതികളിൽ ഇത്തരം കാര്യങ്ങളിൽ കേസെടുക്കാൻ വേണ്ടി പോലീസ് തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണല്ലോ എനിക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നത്. ഈ സംഭവത്തിൽ മാത്രമല്ല, ഇതിനു മുമ്പ് ഭരണഘടനയെ അധിക്ഷേപിച്ച സജി ചെറിയാന്റെ വിഷയത്തിലും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. കോടതി പറഞ്ഞതിന് ശേഷമാണ് ഞാനായിരുന്നു ആ കേസും ചെയ്തത്. അതിന് കൂടാതെ രാഹുൽ ഗാന്ധി അപമാനിച്ച PV അൻവറിന്റെ കേസ് വന്നു. ഞാൻ നാട്ടുകൽ പോലീസ് സ്റ്റേഷനും പാലക്കാട് SP-ക്കും പരാതി കൊടുത്തു. കേസെടുക്കാൻ തയ്യാറായോ? ഇല്ലല്ലോ, കോടതി പറഞ്ഞിട്ടല്ലേ കേസെടുത്തത്. അതുപോലെ തന്നെയാണ് ഈ സംഭവത്തിൽ നടന്നത്. പോലീസ് ഇത്തരം പ്രിവിലേജ് ഉള്ള ആളുകൾക്കെതിരെ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. ആ സംവിധാനത്തിലുള്ള വിശ്വാസം ഈ പറയുന്ന ആളുകൾക്ക് ഇല്ലാതാകുന്നത് ഇതുകൊണ്ടാണ്. അതാണ് ഈ പറയുന്ന ആളുകൾക്കൊന്നും താങ്കൾ പറയുന്ന പിണറായി വിജയന്റെ പോലീസിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്. ജനപ്രതിനിധികൾക്കും തിരുവനന്തപുരം മേയർക്കും ഒക്കെ വിശ്വാസം വേണ്ടേ? ശരി ബൈജു അല്ല, സമയക്കുറവുണ്ട്. ബഹുമാനായ ബൈജു നോയൽ പല കേസുകളിൽ കൊടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പത്രമാധ്യമങ്ങൾ വഴി ദൃശ്യമാധ്യമങ്ങൾ വഴി അറിയുന്നതാണ്. ഇവിടെ അതൊന്നും അല്ലല്ലോ വിഷയം. ഇവിടെ എന്താണ്, ഒരാൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾ ആക്ഷേപിക്കുന്നു, അതിനെതിരെ അവർ പ്രതികരിക്കുന്നു. ആ വിഷയമാണ് പരിഗണിക്കപ്പെടേണ്ടത്. ഇവിടെ ഒരു ഡ്രൈവർ, KSRTC ഡ്രൈവർ ഒരു സാധാരണക്കാരനായ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു. അയാളെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം സ്ഥിരം ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയാണെന്ന് അറിയപ്പെടുന്നു. ഇപ്പോൾ ഒരു സിനിമാ നടി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് ഞങ്ങളുടെ ഗവൺമെൻറ്റിനെതിരെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്, ഗവൺമെൻറ് കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ്, ഞങ്ങൾ സാധാരണക്കാർക്കൊപ്പമാണ്, ഇവിടുത്തെ അധസ്ഥർക്കൊപ്പമാണ്. ആ തരത്തിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതും. അവിടെയൊന്നും ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിലെ ജനങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങളെ രണ്ടാം തവണയും അധികാരത്തിൽ ഏറ്റിയത്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ പറയുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന ബൈജു നോയൽ ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന പണിക്കരായാലും ഒക്കെയും ചില വാദത്തിന് വേണ്ടി വാദഗതികൾ ഉയർത്തുന്നു എന്നല്ലാതെ സത്യസന്ധമായ വിഷയങ്ങളിലേക്ക് വരുന്നില്ല. ശ്രീജിത്ത് പണിക്കരെയൊക്കെ നമുക്കറിയാം, അദ്ദേഹം നല്ല രീതിയിൽ ചർച്ചകൾ നടത്തുന്ന ആളാണ്. പക്ഷേ ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് അദ്ദേഹം കടന്നു വരുന്നില്ല. അതാണ് കൃത്യം. അല്ല, ഞാൻ പണിക്കരൊക്കെ വ്യത്യസ്തമായി സംസാരിക്കുന്ന ആളല്ല. പക്ഷെ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് അദ്ദേഹം വിരുദ്ധ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് കേരള സമൂഹം, പൊതുസമൂഹം ഇത് എന്നെ കുറിച്ചുള്ള ചർച്ചയല്ലല്ലോ. അപ്പോ ഞാൻ മറ്റുള്ള വിഷയങ്ങളിൽ ഏത് രീതിയിലുള്ള സമീപനമാണ് അതേ സമീപനം തന്നെയാണ് ഈ വിഷയത്തിലും സ്വീകരിക്കുന്നത്. താങ്കളിവിടെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഈ ഡ്രൈവർ ഒരു സീരിയൽ ഒഫൻഡർ ആണ്, അതുകൊണ്ട് അയാൾ അത് ചെയ്യുമെന്നുള്ളതാണ്. എനിക്ക് ഓർമ്മ വരുന്നത് അതാണ് ഞങ്ങളുടെ ആവശ്യം. അല്ല, ഞങ്ങൾക്ക് വീട്ടിൽ ഇവിടെ ഞാൻ പറയുന്നത് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് പഴയ ഒരു സിനിമയില് സാഗർ കോട്ടപ്പുറം എന്നൊരു കഥാപാത്രമുണ്ട്, മോഹൻലാൽ അവതരിപ്പിക്കുന്ന. അപ്പൊ അതിനകത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വരുന്ന സമയത്ത് ഇന്നസെന്റിന്റെ കഥാപാത്രം പറയും, ഈ സാഗർ കോട്ടപ്പുറം സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്, അപ്പൊ അത്തരം കാര്യം അവൻ ചെയ്യും, കാരണം ഇവൻ എഴുതുന്ന എല്ലാ നോവലിലും ഓരോ ബലാത്സംഗമുണ്ട് എന്ന് പറയും. അതേപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ യദു എന്ന് പറയുന്ന ഡ്രൈവർ ഒരു സീരിയൽ ഒഫൻഡർ ആണ്, അതുകൊണ്ട് അയാൾ അത് ചെയ്യും എന്ന രീതിയിലാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ശ്രീ ആയൂർ ബിജുവിനെ ഓർമ്മിപ്പിക്കാനുള്ളത്, ശ്രീ സച്ചിൻ ദേവ് ബാലുശ്ശേരിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ഈ അഫിഡവിറ്റ് കൊടുക്കുമല്ലോ, അദ്ദേഹത്തിനെതിരെയുള്ള ക്രിമിനൽ ഒഫൻസസ് പറയുമല്ലോ. ആ ഒഫൻസിലുള്ള ഒരു കാര്യം, ഒരു പബ്ലിക് സർവന്റിനെ ഡ്യൂട്ടിയിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സച്ചിൻ ദേവും ഒരു സീരിയൽ ഒഫൻഡർ ആണ് എന്നും അദ്ദേഹം വീണ്ടും യദുവിനെ ഡ്യൂട്ടിയിൽ നിന്ന് തടസ്സപ്പെടുത്തും എന്നും വേണമെങ്കിൽ പറയാമല്ലോ, അല്ലേ? മറ്റൊരു വകുപ്പ് എന്ന് പറയുന്നത് പണിഷ്മെന്റ് ഫോർ ബീയിങ് എ മെമ്പർ ഓഫ് ആൻ അൺലോഫുൾ അസംബ്ലി എന്നാണ്. അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ എനിക്കെതിരെ പോലും യാത്രക്കാരെ ഇറക്കി വിടുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിനാണല്ലോ ഇപ്പോൾ കേസ് വന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഇന്ന് ഇരിക്കുന്ന ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഏത് നേതാക്കന്മാരെ എടുത്തു നോക്കൂ, നരേന്ദ്രമോദി എടുത്തു നോക്കൂ, അദ്ദേഹം പോലും. എനിക്ക് സമയക്കുറവുണ്ട്, ദയവായി ക്ഷമിക്കുക, അതിഥികൾ ക്ഷമിക്കുക. ഈ ചർച്ച അപ്പൊ അവിടെ നോക്കണ്ട. ഈ കേസിന്റെ മെറിറ്റിൽ എന്താണോ വിഷയം
അത് നോക്കുക, അതിനനുസരിച്ച് തീരുമാനമെടുക്കുക. ശരി. ഈ PD പോളിലൂടെ നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചത് ഡ്രൈവർ യദുവിന് കുരുക്കാകുമോ പോലീസിന്റെ പുതിയ കണ്ടെത്തലുകൾ എന്നായിരുന്നു. അല്ല എന്ന് 64% ആളുകൾ അഭിപ്രായപ്പെട്ടു. അതെ എന്ന് 32% ആളുകൾ മാത്രമാണ് അഭിപ്രായപ്പെട്ടത്. പ്രധാനപ്പെട്ട അതിഥികൾക്ക് ഈ ചർച്ചയുടെ ഭാഗമായവർക്ക് നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.